ഹലോ മച്ചന്മാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നന്നായിട്ട് മഴ പെയ്യുന്നുണ്ടോ? ഇപ്പൊ കറണ്ട് ഇല്ലേ? എന്നാൽ ഈ ഒരു സിറ്റുവേഷനിൽ ഒരു ഹെഡ്സെറ്റ് എല്ലാം വെച്ച് കേട്ട് നല്ല രീതിയിൽ പേടിക്കാൻ പറ്റിയ ഒരു കഥ തന്നെയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഒരു പെണ്ണ് കാണാൻ പോയി, അവളെ ഇഷ്ടപ്പെട്ട് തിരിച്ചു വരികയാണ് അർണബും അവന്റെ അച്ഛനും അമ്മയും. നന്നായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ പെട്ടെന്ന് ഒരു അപകടം സംഭവിക്കുകയാണ്. ചെന്ന് നോക്കുമ്പോൾ ഒരു സ്ത്രീയാണ്. ആ സ്ത്രീ മരണപ്പെട്ടു. പിന്നീട് ആ സ്ത്രീയെ കുറിച്ച് അന്വേഷിച്ച് അർണബും പോലീസുകാരും കൂടെ ആ സ്ത്രീയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ അതൊരു കാടാണ്. കാട്ടിലെ പഴയൊരു കുടില് പോലത്തെ വീടാണ്. അതിനുള്ളിൽ ചങ്ങലയിൽ ബന്ധിപ്പിച്ച ഒരു പെൺകുട്ടിയെ ഇവര് കാണുകയാണ്. ഒരു രക്ഷയില്ലാത്തത് കൊണ്ട് അർണബ് ആ ഒരു പെൺകുട്ടിയെ അവന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. എന്നാൽ അവൻ കൂട്ടിക്കൊണ്ടുവന്ന ആ അപകടം അതെന്താണെന്ന് അവൻ മനസ്സിലാക്കിയില്ല. അധികം വൈകാതെ അത് അവൻ മനസ്സിലാക്കും. പിന്നീടുള്ള ഓരോ ദിവസവും അർണബിന് ഉറക്കമില്ലാതായി ടെറിഫിക് ആയിട്ട് മാറുകയാണ്. എന്താണത്? കഥയിലൂടെ തന്നെ ആ കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കാം. അപ്പൊ പോവുകയല്ലേ കഥയുടെ ഈ മായാ ലോകത്തിലേക്ക്. സോ അഗൈൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ ഇന്ത്യൻ. സിനിമയുടെ ആരംഭത്തിൽ കഥാനായകനായിട്ടുള്ള അർണബ് അവനൊരു അറേഞ്ച് മാരേജ് സെറ്റ് ആയിട്ടുണ്ട്. സോ പെണ്ണ് കാണാനായിട്ട് അവളുടെ വീട്ടിലേക്ക് ചെന്നിരിക്കുകയാണ്. പെണ്ണിന്റെ പേര് പ്രിയ എന്നാണ്. രണ്ടുപേരും കൂടെ ഒന്ന് സംസാരിക്കാനായിട്ട് നേരെ സിറ്റ് ഔട്ടിലേക്ക് പോവാണ്. നല്ല ഒരു ആംബിയൻസ് ആയിരുന്നു. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ എന്താണ് നിങ്ങളുടെ ഇഷ്ടം, ഇഷ്ടക്കേടുകൾ, അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെയാണല്ലോ സംസാരിക്കുക. എന്നാൽ പ്രിയ ചോദിക്കുന്നത്, അർണബ് നിങ്ങൾക്ക് ഇതിനു മുന്നേ പ്രണയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? നിങ്ങളൊരു വെർജിൻ ആണോ എന്നൊക്കെയാണ്. എന്നാൽ അർണബ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ട് എനിക്ക് അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയണം. എന്നാൽ പ്രിയ പറയാണ്, എനിക്കൊരു റിലേഷൻ ഉണ്ടായിരുന്നു. കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ബ്രേക്കപ്പ് ആയിട്ടേ ഉള്ളൂ. സോ ഞാൻ കാര്യങ്ങൾ തുറന്നു പറയാണ്. എന്തായാലും തുറന്നു പറഞ്ഞതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർക്ക് കാര്യങ്ങൾ സെറ്റ് ആവുന്നുണ്ട്. എന്തായാലും നല്ല ഹാപ്പി ആയിട്ട് തന്നെ സംസാരിച്ച് ഇവർ പിരിയാണ്. അങ്ങനെ അർണബ് അവന്റെ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. കൂടെ തന്നെ അമ്മയുണ്ട്, അച്ഛനുണ്ട്. പോകുന്ന വഴിയിൽ നല്ല മഴയായിരുന്നു. ഇവരെന്തോ ഒരു കാര്യം സംസാരിക്കാനായിട്ട് ഡ്രൈവ് ചെയ്യുന്ന അർണബ് ഉണ്ടല്ലോ, നേരെ അമ്മയെ നോക്കി സംസാരിക്കുമ്പോൾ പെട്ടെന്ന് ആ ചില്ലിലേക്ക് എന്തോ ഒന്ന് വന്ന് അടിക്കുകയാണ്. ആകെ ഞെട്ടിപ്പോയിട്ട് ഇവർ കാറ് നിർത്തി നേരെ പുറത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ ഇവർ പോകുന്ന വഴിയിൽ ഒരു സ്ത്രീയെ ഇടിച്ചിരിക്കുകയാണ്. സ്പോട്ടിൽ മരണപ്പെട്ടിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ അവരെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയാണ്. പോലീസ് കേസായി. പോലീസ് വന്ന് അവന്റെ അച്ഛനോട് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അച്ഛൻ പറയുന്നത് ഇതൊരു ആക്സിഡന്റ് അല്ല, ആ സ്ത്രീ ഇവരുടെ മുന്നിലേക്ക് മനഃപൂർവ്വം എടുത്ത് ചാടുകയായിരുന്നു എന്നാണ്. അതായത് ഇതൊരു ആത്മഹത്യയാണെന്ന്. പോലീസുകാരനിപ്പോ അർണബിനെ നോക്കുകയാണ്. ഇപ്പൊ അർണബും അതെ എന്ന രീതിയിൽ തലയാട്ടുന്നുണ്ട്. എന്തായാലും പിന്നീട് പോലീസുകാരും അർണബും എല്ലാവരും കൂടിയിട്ട് ആക്സിഡന്റ് നടന്ന ആ ഒരു സംഭവ സ്ഥലത്തേക്ക് പോവാണ്. അതായത് ഈ സ്ത്രീയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് ചുറ്റുവട്ടത്തുള്ള ആൾക്കാരോട് ചോദിക്കുമ്പോൾ ഈ സ്ത്രീയെ കുറിച്ച് അങ്ങനെ ആർക്കും വലിയ രീതിയിലൊന്നും അറിയൊന്നുമില്ല. പക്ഷെ അവർ താമസിക്കുന്നത് എവിടെയാണെന്നറിയാം. കാടിനുള്ളിലായിട്ട് ഒരു പഴയ കുടിലിനുള്ളിലാണ് അവർ താമസിക്കുന്നത്. മാത്രമല്ല രാത്രിയാകുമ്പോൾ ആ വീട്ടിന്റെ ഉള്ളിൽ നിന്നും എന്തൊക്കെയോ കരച്ചില് കേൾക്കാം. അതുപോലെ തന്നെ ഒരുപാട് നായകളും അവിടെ ഉണ്ടെന്ന് പറയണം. എന്തായാലും പിന്നീട് അർണബും ബാക്കിയുള്ള ഒരു പോലീസുകാരും കൂടെ അവൾ താമസിച്ച ആ ഒരു പഴയ വീടിന്റെ അടുത്തേക്ക് ചെന്ന് നോക്കുകയാണ്. എന്തായാലും നാട്ടുകാർ പറഞ്ഞതുപോലെ തന്നെ അവിടെ ഒരുപാട് നായക്കൾ ഉണ്ടായിരുന്നു. ഇവരെ കണ്ടപാട് തന്നെ ആ ഒരു നായകൾ കൊരക്കാൻ തുടങ്ങുകയാണ്. വല്ലാത്തൊരു പേടിപ്പെടുത്തുന്ന സിറ്റുവേഷൻ ആയിരുന്നു ആ ഒരു പഴയ വീടും അതിന്റെ ആ ഒരു ചുറ്റുപാടും. എന്തായാലും ആ ഒരു വീടിനരികിലേക്ക് ഇവർ വന്നു നോക്കുമ്പോൾ ചങ്ങല വലിയുന്നതായിട്ടുള്ള ഒരു ശബ്ദം ഇവർ കേൾക്കുകയാണ്. വേഗം തന്നെ അങ്ങോട്ടേക്ക് ചെന്ന് നോക്കിയ സമയത്ത് ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ട ഒരു പെൺകുട്ടിയെ കാണുകയാണ്. അവളുടെ കാലിലാണ് ഈ ഒരു ചങ്ങല കെട്ടിയത്. വേഗം തന്നെ അർണബും പോലീസുകാരും കൂടെ ആ ഒരു പെൺകുട്ടിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. പക്ഷേ ഇവരങ്ങോട്ടേക്ക് വരും തോറും ആ പെൺകുട്ടിക്ക് വല്ലാത്ത ഭയമായിരുന്നു. അവൾ അതിന്റെ ഉള്ളിലേക്ക് ഒതുങ്ങി കൂടുകയാണ്. ഇപ്പൊ ആ ഒരു ചങ്ങല അഴിച്ചു കൊടുക്കാൻ നിൽക്കുമ്പോൾ അവൾ വേണ്ട എന്ന് പറയാണ്. ഇത് എന്റെ അമ്മ വന്നിട്ട് അഴിച്ചോളൂ എന്ന് പറയാണ്. അല്ല ഞങ്ങൾ ഇതിനെ ഉപദ്രവിക്കാൻ വന്നതല്ല, രക്ഷപ്പെടുത്താൻ വന്നതെന്ന് പോലീസുകാരും അതുപോലെ തന്നെ അർണബും പറയുന്നുണ്ടെങ്കിലും അമ്മ വന്നിട്ട് അഴിച്ചാൽ മതി എന്ന് പറയാണ്. ഇപ്പൊ പോലീസുകാർ പറയാണ്, ഇല്ല നിന്റെ അമ്മനി വരില്ല, അവര് മരണപ്പെട്ടു പോയി, ഒരു ആക്സിഡന്റ് സംഭവിച്ചു എന്നൊക്കെ അവളോട് പറയുന്ന സമയത്ത് സാധാരണ ഒരു മകളാണെങ്കിൽ ഭയങ്കരമായിട്ട് വിഷമിച്ച കാര്യമില്ലേ. എന്നാൽ അതുപോലെ ഒരു ഫീലിങ്ങോ കാര്യങ്ങളൊന്നും അവളുടെ മുഖത്തില്ല. എന്തായാലും ആ ഒരു ചങ്ങലയിൽ നിന്ന് അഴിച്ച് അവളെ നേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവാണ്. അവളുടെ അമ്മയുടെ ആ ഒരു മൃതദേഹം അവൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവളുടെ പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ റുക്സാന എന്നാണ്. എന്തായാലും റുക്സാന അവളുടെ അമ്മയുടെ ആ ഒരു ജഡത്തിനെ പിടിച്ചുകൊണ്ട് താരാട്ട് പാട്ട്, ഉറങ്ങുന്ന നേരത്ത് പാടുന്ന ആ ഒരു പാട്ട് അങ്ങനെ പാടുകയാണ്. അവൾക്ക് മനസ്സിലാവുന്നില്ല അവളുടെ അമ്മ മരിച്ചു കിടക്കുകയാണെന്ന്. അവളുടെ ഈ ഒരു അവസ്ഥയെല്ലാം കണ്ട് നമ്മുടെ അർണബിന് ഭയങ്കരമായിട്ട് സങ്കടം തോന്നുകയാണ്. അവൻ അങ്ങനെയുള്ള ഒരാളാണ്. ഇപ്പൊ അവളെ സമാധാനിപ്പിക്കാനായിട്ട് അവളുടെ അടുത്തേക്ക് അർണബ് പോകുന്നുണ്ട് കേട്ടോ. അവളുടെ അടുത്ത് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതേ സമയത്തിന് ആ മോർച്ചറിയിൽ ഒരു സ്റ്റാഫ് വന്നിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യും, ഈ കുട്ടിയുടെ അതായത് ഈ റുക്സാനയുടെ ഒരു സൈൻ വേണമെന്ന് പറഞ്ഞിട്ട് ഒരു പേപ്പർ കാണിക്കുന്നുണ്ട്. എന്നാൽ ഈ പെൺകുട്ടിക്ക് എങ്ങനെ സൈൻ ചെയ്യാൻ അറിയാനാ? എത്രയോ വർഷങ്ങളായിട്ട് ആ കാട്ടിന്റെ ഉള്ളിൽ തന്നെയാണ്. ഇനിയിപ്പോ ജനിച്ചതും അതിന്റെ ഉള്ളിൽ തന്നെയാണോന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ വേഗം ആ ഒരു റുക്സാനയുടെ കയ്യിൽ മഷിയാക്കി ആ മഷി വെച്ച് ഈ പേപ്പറിലേക്ക് ഫിംഗർ പ്രിന്റ് എടുക്കുന്നുണ്ട്. ഇതിനുശേഷം അയാൾ പറയാണ് ഈ ബോഡിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം, അതുകൊണ്ട് നിങ്ങളൊന്ന് പുറത്തേക്ക് പോയിക്കോന്ന്. എന്തായാലും അർണബ് ഇപ്പോ ഈ ഒരു റുക്സാനയും കൂട്ടി നേരെ പുറത്തേക്ക് പോകണം. എന്നാൽ അവളുടെ കൂടെ ഇങ്ങനെ നിൽക്കുന്ന കണ്ടപ്പോൾ അവന്റെ അമ്മ പറയണത് എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, നിന്റെ ഈ ഓവറായിട്ടുള്ള കരുണയും ദയൊക്കെ അത് നിനക്ക് തന്നെ ആപത്തായേക്കെന്ന് പറഞ്ഞിട്ട് അവളുടെ അടുത്ത് വല്ലാത്ത രീതിയിൽ സംസാരിക്കേണ്ടെന്നൊക്കെ അർണബിന്റെ അമ്മ പറയാണ്. അതുപോലെ തന്നെ അർണബിന്റെ അച്ഛനും നോക്കുകയാണെങ്കിൽ ഈ ഒരു കേസ് ഒരു സൂയിസൈഡ് ആക്കി മാറ്റി ഈ ഒരു കേസ് ക്ലോസ് ചെയ്തിരിക്കുകയാണ്, ഇവർക്ക് പ്രശ്നമില്ലാത്ത രീതിയിൽ. അതുപോലെ തന്നെ റുക്സാനയുടെ അമ്മയുടെ ആ ഒരു ജഡ ഉണ്ടല്ലോ അത് പരിശോധിക്കാനായിട്ട് നേരെ മോർച്ചറിയിലേക്ക് കൊണ്ടുപോയില്ലേ. അതായത് ഇത് പോസ്റ്റ്മോർട്ടോ അല്ലെങ്കിൽ കുഴിച്ചിടം കൊണ്ടുവന്ന് മുന്നേറ്റ് ബോഡി മുഴുവനായിട്ടും ഇതുപോലെ മോർച്ചറിയിൽ നിന്ന് പരിശോധിക്കും. അങ്ങനെ പരിശോധിക്കുന്ന സമയത്ത് ഈ ഒരു ബോഡിയിൽ എന്തെങ്കിലും വസ്തു
വസ്തുക്കളുണ്ടെങ്കിൽ അത് അടിച്ചു മാറ്റുന്നത് ഇവരുടെ സ്ഥിരം പരിപാടിയാണ്. ഇവരുടെ വായിൽ സ്വർണത്തിന്റെ പല്ലുണ്ടോ അല്ലെങ്കിൽ കയ്യിൽ മോതിരണ്ടോ എന്നൊക്കെ വിശദമായിട്ട് ഇവർ പരിശോധിക്കും. അങ്ങനെ റുക്സാനയുടെ ഉമ്മയുടെ ആ ഒരു ബോഡി പരിശോധിക്കുന്ന സമയത്ത് അവരുടെ കയ്യിൽ ഒരു അടയാളം കണ്ട് ഈ പരിശോധിച്ച ആള് ഞെട്ടിപ്പോകുന്നുണ്ട്. വേഗം തന്നെ ഇയാൾക്ക് പരിചയമുള്ള ഒരാളെ വിളിച്ച് കാര്യങ്ങൾ പറയാണ്. സാറേ, ഞാൻ ആ ഒരു ചിഹ്നം ആ ഒരു സ്ത്രീയുടെ കയ്യിൽ കണ്ടു, അതായത് ഒലാദ് ചക്രയുടെ ആ ഒരു ചിഹ്നം. ഇത് കേട്ട മോർച്ചറിയിൽ ഒരാളെ വിളിച്ചു പറഞ്ഞില്ലേ, അയാളും ഞെട്ടുകയാണ്. ഇയാള് വേഗം തന്നെ മറ്റൊരാളെ വിളിക്കുന്നുണ്ട്. അയാളുടെ പേര് കാസിം അലി എന്നാണ്. സാധാരണ ആളല്ല, ഒരു പ്രൊഫസറാണ്. എന്തൊക്കെയോ കാര്യത്തിൽ ഒരുപാട് നോളജ് ഉള്ള ആളാണ് ഈ ഒരു പ്രൊഫസർ. എന്തായാലും പ്രൊഫസർ ഈ ഒരു വാർത്ത കേട്ട സമയത്ത് നേരെ ഫാമിലിയുടെ അടുത്ത് നിന്ന് മാറി അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് റൂമിലേക്ക് ചെല്ലുകയാണ്. മാത്രമല്ല അവിടെ ഒരു പെട്ടി വെച്ച് അദ്ദേഹത്തിന്റെ ഒരു കണ്ണുണ്ടല്ലോ അത് ഊരി വെക്കുകയാണ്. ഒരു കണ്ണെന്ന് പറഞ്ഞാൽ അത് വെപ്പ് കണ്ണായിരുന്നു. ഒരു കണ്ണ് എങ്ങനെയോ നഷ്ടമായിട്ടുണ്ട് അയാൾക്ക്. ഇവിടെ വെച്ച് പ്രൊഫസർ കാസിം അലി പഴയ ഒരു കാര്യം ഓർക്കുകയാണ്. അത് കുറച്ച് കൊടൂരമായിട്ടുള്ള ഒരു മെമ്മറി തന്നെയായിരുന്നു കേട്ടോ. എന്തായാലും അതിപ്പോ നമ്മളെ കാണിക്കുന്നുണ്ട്. ഇപ്പൊ മരിച്ചുപോയ റുക്സാനയുടെ അമ്മയുണ്ടല്ലോ, ആ അമ്മയെ ഒരു വെള്ളത്തിൽ ഒരു ബാഡബില് അങ്ങ് കെടുത്തിയിരിക്കുകയാണ് ഈ ഒരു അലി. അതുപോലെ ആ റൂമിന്റെ പല ഭാഗത്തായിട്ട് ഇതുപോലെ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളുണ്ട്. ഇപ്പൊ ഈ ഒരു കാസിം അലി ശ്രമിക്കുന്നത് പ്രസവിക്കാനായിട്ടുള്ള റുക്സാനയുടെ അമ്മയുടെ വയറ്റിലെ ആ ഒരു കുഞ്ഞിനെ, അതായത് റുക്സാനയെ തന്നെ ഇയാൾ കൊല്ലുകയാണ്. കുഞ്ഞ് പുറത്തേക്ക് വന്നാൽ ഉടനെ തന്നെ അതിന്റെ കഴുത്ത് വെട്ടി ഒരു കുപ്പിയിൽ ഇട്ട് വെക്കും. അതുപോലെ റുക്സാനയുടെ അമ്മയെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചിഹ്നം ഈ ഒരു കാസിം അലി അവളുടെ കയ്യിൽ കുത്തിവെക്കുന്നത്. ഇതേ സമയത്ത് തന്നെ ഈ റുക്സാനയുടെ അമ്മയുടെ കയ്യിൽ ഒരു കെട്ട് ഈ ചന്ദനത്തിരി കത്തിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ അത് അവരുടെ വയറ്റിലേക്ക് തന്നെ കുത്തി കളയുമെന്ന് പേടിച്ചിട്ട് വേഗം തന്നെ കാസിം അലി അത് മേടിക്കാനായിട്ട് ചെന്നപ്പോൾ കാസിം അലിയുടെ കണ്ണിലേക്ക് തന്നെ ഈ ഒരു ചന്ദനത്തിരി വെച്ച് ഒറ്റ കുത്തു കൊടുക്കുകയാണ്. അതേ നിമിഷം തന്നെ ആ കണ്ണിന്റെ കാഴ്ച ഇയാൾക്ക് നഷ്ടമായി, കണ്ണും നഷ്ടമാണ്. ഈ ഒരു ഗ്യാപ്പിന് അവിടെ തന്നെ ഉണ്ടായിരുന്ന കുറെ ട്രൈബ്സിനെ പോലെയുള്ള ആൾക്കാരുണ്ടല്ലോ, റുക്സാനയുടെ അമ്മയെ അവിടെ നിന്നും രക്ഷപ്പെടാനായിട്ട് സഹായിക്കുകയാണ്. അങ്ങനെ കാസിം അലിയുടെ ആൾക്കാരുടെ കയ്യിൽ നിന്നും അതുപോലെ തന്നെ കാസിമിന്റെ കയ്യിൽ നിന്നും ഇപ്പൊ റുക്സാനയുടെ അമ്മ രക്ഷപ്പെട്ട് ഇവിടെ നിന്ന് ഓടുകയാണ്. ഏതോ ഒരു കാട്ടിലേക്ക് പോയി കുറെ നാൾ അവിടെ മറിഞ്ഞിരുന്ന് അവിടുന്ന് റുക്സാനയെ പ്രസവിച്ചു. അങ്ങനെ ആ ഒരു കാട്ടിലെ വീട്ടിൽ വെച്ച് അവൾ വളർന്നു വലുതായി. ശരിക്കും അതാണ് റുക്സാനയുടെ ആ ഒരു കഥ എന്ന് പറഞ്ഞാൽ. എന്തായാലും ഇവിടെ ആ ഒരു ഫ്ലാഷ് ബാക്ക് എല്ലാം കഴിഞ്ഞു പ്രസന്റിലേക്ക് വരികയാണ്. ഇപ്പൊ റുക്സാനയ്ക്ക് അവളുടെ ഉമ്മയില്ലല്ലോ, അതുകൊണ്ട് തന്നെ അവളിപ്പോ തൽക്കാലം നമ്മുടെ അർണവിന്റെ കൂടെ പോവാണ്. മാത്രമല്ല അവളുടെ ഉമ്മയുടെ ആ ഒരു മരണാനന്തര ചടങ്ങും കാര്യങ്ങളൊക്കെ അവന്റെ കൂടെ നിന്ന് അവന്റെ സഹായത്തോടു കൂടി ചെയ്യുന്നുണ്ട്. എന്തായാലും ഇപ്പൊ അർണവിന്റെ ആ ഒരു റൂമിലേക്ക് അവൾ പോവുകയാണ്. പോകുന്ന സമയത്ത് അവിടെ കുറച്ച് ആൾക്കാർ ചന്ദനത്തിരിയും അതൊക്കെ കത്തിച്ച് എന്തൊക്കെയോ ചില കാര്യങ്ങൾ ചെയ്യാണ്. എന്ന് ഇത് കണ്ട സമയത്ത് അവൾക്ക് വല്ലാത്ത ഭയം തോന്നുകയാണ്. എനിക്ക് അതിനോട് ഭയമാണ്, എനിക്ക് പേടിയാണ്, അത് മാറ്റി വെക്കുക എന്നൊക്കെ ഇപ്പൊ റുക്സാന പറയുന്നുണ്ട്. ചിലപ്പോ ജനിച്ചപ്പോ മുതലേ കാട്ടിലല്ലേ, അതുകൊണ്ടായിരിക്കും അവൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ആ ഒരു ഭയം തോന്നുന്നത്. എന്തായാലും ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി റുക്സാനെ അർണബിനെ അവന്റെ ആ ഒരു റൂമിൽ നിർത്താനൊന്നും പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആ രാത്രി തന്നെ അവൻ നേരെ അവളെ അവളുടെ ആ ഒരു കാട്ടിലെ വീട്ടിലേക്ക് കൊണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. സത്യം പറഞ്ഞാൽ രാത്രി ആയിട്ടുണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ മഴയും പെയ്യുന്നുണ്ട്. ഒരു കൊടയുടെ ചൂട്ടിലായിട്ട് രണ്ടുപേരും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ മുന്നോട്ടേക്ക് പോകാനായിട്ട് അർണബിന് ഭയങ്കരമായിട്ട് പേടി തോന്നുന്നുണ്ട്. ഇപ്പൊ റുക്സാന പറയാണ് ഞാൻ പോയിക്കോളാന്ന്. അവൾക്ക് ഇപ്പൊ ആ ഒരു കൊടയും കൊടുക്കുന്നുണ്ട്, കുറച്ച് കാശും കൊടുക്കുന്നുണ്ട്. എന്നാൽ റുക്സാനയ്ക്ക് എന്തിനാണ് ഈ കാശ് കിട്ടിയിട്ട് അവൾ എന്ത് ചെയ്യാനാ, അത് വേണ്ടാന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അർണബ് ഇപ്പൊ കൊണ്ടുപോകാനായിട്ട് വന്നില്ലേ, എന്നാൽ അവന് തിരിച്ചു പോകാനുള്ള വഴി അത് അവനെ മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് തന്നെ റുക്സാന തന്നെ അവനെ റോഡിനരികിലേക്ക് കൊണ്ടാക്കി കൊടുക്കുകയാണ്. ആഹാ, അടിപൊളി. കൊണ്ടാക്കാൻ വന്ന ആള് തിരിച്ചു കൊണ്ടാക്കേണ്ട അവസ്ഥ അല്ലേ. എന്തായാലും ഇപ്പൊ അർണബിനെ കൊണ്ടാക്കിയിട്ട് റുക്സാന തിരിച്ച് കാട്ടിലേക്ക് വരുമ്പോൾ അവളുടെ അമ്മയുടെ ആ ഒരു വിചിത്ര രൂപത്തെ അവൾ കാണുകയാണ്. അതിപ്പോ അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ആ വിചിത്ര മുഖം കണ്ടതുകൊണ്ട് തന്നെ റുക്സാന വല്ലാതെ ഭയന്നു പോവാണ്. അവിടുന്ന് ഒരു ഒറ്റ ഓട്ടം വെച്ച് കൊടുക്കുന്നുണ്ട് അവള്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. അർണബ് വർക്ക് ചെയ്യുന്നത് ഒരു പ്രസ്സിംഗ് കമ്പനിയിലാണ് കേട്ടോ. എന്തായാലും അവൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവനൊരു കോള് വരുന്നുണ്ട്. വിളിച്ചത് അവൻ പെണ്ണ് കാണാൻ പോയ ആ ഒരു പെണ്ണുണ്ടല്ലോ, പ്രിയ, അവളായിരുന്നു. അവള് വിളിച്ചത് അന്ന് അർണബ് വന്ന് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഓക്കെ, അവൾക്ക് കല്യാണത്തിന് സമ്മതമാണെന്ന് പറയാനാണ്. എന്തായാലും രണ്ടുപേരും ഒരു പാർക്കിൽ വെച്ച് മീറ്റ് ചെയ്യാണ്. കുറെ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തു. രണ്ടുപേർക്കും ഒരുപാട് ഇഷ്ടമാണ്. ഇപ്പോൾ ഇവിടെ സീൻ കട്ട ഈ അടുത്ത സീനിൽ കാട്ടിലുള്ള നമ്മുടെ റുക്സാനയെ കാണിക്കുകയാണ്. വെള്ളം കുടിക്കാനായിട്ട് ഒരു കുളത്തിനരികിലേക്ക് അവൾ വന്നിട്ടുണ്ട്. ഇപ്പൊ ആ ഒരു വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എവിടെ നിന്നോ ചില ആൾക്കാർ അവളെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അത് അവൾക്ക് മനസ്സിലായി. പെട്ടെന്ന് തന്നെ അവിടുന്ന് പോവാണ്. നോക്കുമ്പോൾ അത് മറ്റാരുമല്ല, ആ ഒരു പ്രൊഫസർ കാസിം അലി അയാളുടെ ആൾക്കാരായിരുന്നു. എന്തായാലും ഇപ്പൊ കുടിലിന്റെ അടുത്തേക്ക് ഓടിപ്പോയ റുക്സാന വേഗം തന്നെ വീടിന്റെ ഉള്ളിലേക്ക് വന്നിട്ട് ചെയ്യുന്ന പരിപാടി എന്താ വെച്ചാല് ഒരു ബക്കറ്റിൽ നിറച്ച് വെള്ളം എടുത്ത് അതിന്റെ ഉള്ളിലേക്ക് തല മുക്കി വെക്കാണ്. അവൾക്ക് എപ്പോഴും ഭയം തോന്നുമ്പോൾ ഇങ്ങനെ ചെയ്യാറ്. എന്തായാലും അവളെ തേടിക്കൊണ്ട് ഇതേ കുടിലേക്ക് തന്നെ പ്രൊഫസർ കാസിം അലിയും അയാളുടെ ആൾക്കാരും വരികയാണ്. എന്നാൽ ഇവിടെ വന്ന് നോക്കുമ്പോൾ അവിടെ റുക്സാനയെ കാണാനില്ല. പകരം അവള് തലയിട്ട് വെച്ച ആ ഒരു ബക്കറ്റ് ഉണ്ടല്ലോ അത് കാണുകയാണ്. അതിൽ വെച്ച് ഒരു മുടിയുടെ നാരിപ്പോ ഈ കാസിമിന് കിട്ടുന്നുണ്ട്. അങ്ങനെ അന്നേ ദിവസം രാത്രിയായി. നമ്മുടെ അർണബ് അവൻ വീടിന്റെ പുറത്തേക്ക് നോക്കുമ്പോൾ നായകളൊക്കെ ഭയങ്കരമായിട്ട് കുരക്കുകയാണ്. ഇതെന്താ എങ്ങനെയെന്ന് വിചാരിച്ചിട്ട് അവൻ നേരെ ഈ ഒരു സിറ്റ് ഔട്ടിലേക്ക് വന്ന് നോക്കുമ്പോൾ ആരും ഒരാള് ഇതിലൂടെ നടന്നു പോയതിന്റെ ആ ഒരു വെള്ളത്തിന്റെ കാൽപ്പാടുകൾ കാണുകയാണ്. ആ കാൽപ്പാടിനെ ഫോളോ ചെയ്തുകൊണ്ട് അവൻ നേരെ ഉള്ളിലേക്ക് പോയ സമയത്ത് അവന്റെ വീടിന്റെ ഉള്ളിലായിട്ട് ബെഡ്റൂമിനടിയിലായിട്ട് കട്ടിലിനടിയിലായിട്ട് ആരൊരാൾ പോയിരിക്കുന്നുണ്ട്. ഒരു ഭയത്തോട് കൂടിയിട്ട് അർണബ് കട്ടിലിനടിയിലേക്ക് നോക്കിയ സമയത്ത് ദാണ്ടി കിടക്കുന്നു റുക്സാന അതിന്റെ ഉള്ളിൽ പേടിച്ചു കരച്ച് ചുരുണ്ടുകൂടിക്കൊണ്ട്. എങ്ങനെയൊക്കെയോ അവളെ പുറത്തേക്ക് ഇറക്കാണ് അർണബ്. ഇപ്പൊ അർണബ് എന്താ
പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ വല്ലാത്ത ഭയത്തിലായിരുന്നു. അവൻ എന്നെ കൊല്ലാൻ വരുന്നുണ്ട്, എനിക്ക് പേടിയാണ് അവന്, ദയവ് ചെയ്ത് എന്നെ രക്ഷപ്പെടുത്തണം എന്നൊക്കെ അർണബിനോട് പറയുമ്പോൾ നീ പേടിക്കണ്ട, നിനക്കൊരു കുഴപ്പവും പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൾക്ക് സമാധാനം കൊടുക്കുകയാണ്. പിന്നീട് കുടിക്കാൻ വെള്ളവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ് എന്താണ്, ആരാണ് നിന്നെ കൊല്ലാൻ വരുന്നത്? അവൾ ആരാണെന്ന് എനിക്കറിയില്ല, പക്ഷേ ചെറുപ്പത്തിൽ ഞാനും എൻ്റെ ഉമ്മയും പോകുന്ന സമയത്ത് എന്നെ കൊല്ലാനായിട്ട് അവരെന്റെ പിന്നാലെ ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ഉമ്മ എന്നെ രക്ഷപ്പെടുത്തി. എത്ര ദൂരത്തേക്ക് ഓടാൻ പറ്റുമോ അത്രയും ദൂരത്തേക്ക് എന്നോട് ഓടി പോകാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ അന്ന് രക്ഷപ്പെട്ടത്. ശരിക്കും അറിയില്ല അവരെന്തിനാ എന്നെ കൊല്ലാൻ വരുന്നതെന്ന്. എന്തായാലും ഇപ്പൊ അർണബ് നോക്കുന്ന സമയത്ത് റുക്സാനയുടെ കാലും കൈയും എല്ലാം ആകെ മുറിഞ്ഞൊരു പരിവായിട്ടുണ്ട്. അപ്പൊ അത്രയും ദൂരത്ത് നിന്ന് എങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിക്കുമ്പോൾ വണ്ടിയിലാണോ ബസ്സിലാണോ ചോദിക്കുമ്പോൾ അല്ല, നടന്നിട്ടാണ്, കുറെ കോടിയിട്ടും വന്നിട്ടുണ്ടെന്ന് പറയാണ്. ഇപ്പൊ റുക്സാനയുടെ കാലിലേക്ക് നോക്കുമ്പോൾ ഇതുപോലെ വന്നതിന്റെ ആ ഒരു മുറിയും പാടും എല്ലാം അവളുടെ കാലുണ്ട്. അപ്പൊ ഒരു മരുന്ന് കൊണ്ടുവന്ന് അവളുടെ കാല് പുരട്ടി കൊടുക്കാൻ നോക്കുമ്പോൾ അതിന് വരെ അവൾക്ക് പേടിയായിരുന്നു. ഇപ്പൊ ആ ഒരു മരുന്ന് അവളുടെ കയ്യിൽ കൊടുക്കുകയാണ്. നീ തന്നെ തേച്ചോ എന്ന് അർണബ് പറയുന്നുണ്ട്. സോ എന്തായാലും അത് അവളുടെ കയ്യിൽ കിട്ടിയിട്ട് വളരെ വിചിത്രമായിട്ട് തന്നെ ആ ഒരു ഓയിൽമെന്റിലേക്കൊക്കെ അവൾ നോക്കുകയാണ്. ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റുക്സാന കാണുന്നത്. കുറച്ചു കഴിഞ്ഞു അവൾ നോക്കിയായ സമയത്ത് നമുക്ക് എന്തായാലും പോലീസിൽ കംപ്ലൈന്റ് ചെയ്താലോ എന്ന് റുക്സാനോട് ചോദിക്കുമ്പോൾ വേണ്ട വേണ്ട, എനിക്ക് പേടിയാണ്, ചിലപ്പോൾ പോലീസുകാർ തന്നെയായിരിക്കും ഈ ഒരു കാര്യം ഈ കാസിമിനെ അറിയിച്ചിട്ടുണ്ടാവുക, എന്നാ പിന്നെ നിനക്ക് താമസിക്കാനായിട്ട് മറ്റൊരു സ്ഥലം ഞാൻ നോക്കാന്ന് അർണബ് പറഞ്ഞിട്ട് അർണബ് നേരെ പുറത്തേക്ക് പോകുന്നുണ്ട്. അടുത്ത സീനിൽ കാസിമിനെയും അതുപോലെ തന്നെ അവന്റെ ആളുകളെയും കാണിക്കുകയാണ്. ഇപ്പൊ കാസിം പറയാണ് ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും അവളെ കയ്യിലങ്ങോട്ട് കിട്ടുന്നില്ലല്ലോ എന്ന്. ഇതേ സമയം മോർച്ചറിയിലെ ഒരാള് ഈ കാസിമിന് വിവരം കൊടുത്തില്ലേ, ഇയാള് ചോദിക്കുകയാണ് നിങ്ങൾ അതിനെ കണ്ടിട്ടുണ്ടോ? ഏതിനെ? ഇഫ്രിത്തിനെ. ഇപ്പൊ കാസിം അലി അവനോടൊരു കാര്യം പറയുന്നുണ്ട്, ഇഫ്രിത്തിനെ അങ്ങനെ ആരും കണ്ടിട്ടില്ല, ആരെ കൊണ്ടും അങ്ങനെ കാണാനും കഴിയില്ല, അത് വല്ലാത്തൊരു പൈശാചിക ശക്തിയാണ്. ഈ ഭൂമിയിലേക്ക് വരാനായിട്ട് അവൻ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇഫ്രിത്തിനെ കാണാൻ കഴിയുന്ന ഒരേ ഒരാളുണ്ട്, നമുക്ക് അയാളുടെ അടുത്തേക്കൊന്ന് പോകണമെന്നും ഇപ്പൊ ഈ ഒരു പ്രൊഫസർ കാസിം അലി പറയാണ്. ഇവിടെ സീൻ കട്ട ഈ അടുത്ത സീനിൽ കാണിക്കുന്നത് നഖം വെട്ടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ റുക്സാനയാണ്. നഖം വെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവൾക്ക് എന്തൊക്കെയോ ഒന്ന് ഫീൽ ആവുന്നുണ്ട് കേട്ടോ, എന്തൊക്കെയോ ചില ശബ്ദങ്ങളും അവൾ കേൾക്കുന്നുണ്ട്. ഇപ്പൊ നഖം വെട്ടുന്നത് അവള് നിർത്തി, എന്നാൽ നഖം വെട്ടുന്നത് അവളും നിർത്തിയിട്ടും നഖം വെട്ടുന്ന അതേ ശബ്ദം അവൾ വീണ്ടും കേൾക്കുകയാണ്. എന്താണെന്ന് അറിയാൻ വേണ്ടി റുക്സാന പതിയെ ആ ഒരു റൂമിന്റെ പുറത്തേക്ക് വരുന്നുണ്ട്. ജനലും വാതിലൊക്കെ തുറന്നു കിടക്കായിരുന്നു. അത് പതിയെ അവൾ അടച്ച് അവൾ ഇരുന്ന ആ ഒരു ബെഡിലേക്ക് തന്നെ വന്നു നോക്കുമ്പോൾ അവളുടെ അതേ വസ്ത്രം ധരിച്ച ഒരാൾ അവിടെ ഇരുന്നുകൊണ്ട് നഖം വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അയാളുടെ മുഖത്തേക്ക് റുക്സാന നോക്കിയപ്പോൾ ആകെ ഭയന്നു പോയി. വല്ലാത്തൊരു ഘോരമായ രൂപമായിരുന്നു. പേടിച്ചു പോയ റുക്സാന നേരെ ബാത്റൂമിലേക്ക് ഓടുന്നുണ്ട്. ഭയം വന്ന അവൾ എന്താ ചെയ്യാ, ഒരു ബക്കറ്റിൽ വെള്ളം നിറച്ച് അതിലേക്ക് തലയിട്ട് വെക്കുകയല്ലേ. എന്നാൽ അതിന് മുന്നേ ആയിട്ട് തന്നെ ഒരു വല്ലാത്ത രൂപം അവളുടെ അടുത്തേക്ക് വന്ന് അവൾ ഇങ്ങനെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായിരിക്കും അത്? എന്തായാലും ഈ ഒരു ഭയത്തിൽ റുക്സാന നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് അർണബ് വരുന്നത്. അവന്റെ കയ്യിൽ കുറച്ച് പുതിയ വസ്ത്രവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. റുക്സാനയുടെ ആ ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആകെ മുഷിഞ്ഞു പോയല്ലോ, ഇതൊന്ന് മാറ്റിയിട്ട് വരാനായിട്ട് അവളോട് പറയാണ്. ഇപ്പൊ അർണബ് കുറച്ച് ഭക്ഷണവും കാര്യങ്ങളും കഴിച്ച് നേരെ ടിവിയുടെ മുന്നിൽ പോയിരുന്ന് ആ ഒരു പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ കാണുകയാണ്. ഇപ്പോൾ ആ ഒരു പുതിയ വസ്ത്രം ധരിച്ച് റുക്സാന ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. ആ പുതിയ വസ്ത്രത്തിൽ അവളെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. റുക്സാനയായിട്ട് അഭിനയിക്കുകയാണെങ്കിലും ഇത് അനുഷ്കയല്ലേ, എന്തായാലും ആ ഭംഗി ഇല്ലാതിരിക്കുവോ? സോ ടിവിയിൽ ആ ഒരു പ്രോഗ്രാമൊക്കെ ആ ഒരു ടിവിയെ തന്നെ അവൾ വല്ലാത്ത അത്ഭുതത്തിലാണ് നോക്കുന്നത്. ഇതൊന്നും ഇതുവരെയായിട്ടും അവൾ കണ്ടിട്ടോ എക്സ്പീരിയൻസ് ചെയ്തിട്ടോ ഒന്നുമില്ലല്ലോ. അപ്പോ ഈ റുക്സാനയോട് അർണബ് ഒരു കാര്യം പറയാണ്, നീ പേടിക്കേണ്ട, നിനക്ക് താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങോട്ടേക്ക് പോവാന്ന്. ഇത് കേട്ട പാടിന് റുക്സാന റൂമിലേക്ക് ഓടുകയാണ്. കട്ടിലിനടിയിൽ പോയിട്ട് ഇങ്ങനെ ചുരുണ്ടുകൂടി കിടക്കുകയാണ്. എനിക്ക് പോകണ്ട, എനിക്ക് പേടിയാണെന്നൊക്കെ പറയുന്നുണ്ട്. അർണബ് പറയുന്നത് അതൊന്നും കുഴപ്പമില്ല, സ്ത്രീകൾക്ക് അവിടെ താമസിക്കാനായിട്ട് നല്ല സുഖമായിരിക്കും, അവരൊന്നും ചെയ്യില്ല, അവർ നന്നായിട്ട് നോക്കുന്നൊക്കെ ഇപ്പൊ അർണബ് പറയാണ്. അങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് റുക്സാന പോയി കിടക്കുകയാണ്. അർണബും പോയി കിടന്നിട്ടുണ്ട്. ഇപ്പൊ രാത്രിയായിട്ട് എന്തൊക്കെയോ ചില ശബ്ദങ്ങൾ കേട്ട് അർണബ് നേരെ കിച്ചണിലേക്ക് വന്നു നോക്കുമ്പോൾ ഈ കിച്ചണിൽ ഭക്ഷണത്തിന്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇടുന്ന ഒരു ബക്കറ്റ് ഉണ്ടല്ലോ, അതിൽ നിന്ന് ഭക്ഷണം വാരി തിന്നാണ് റുക്സാന. അഴുക്ക് ഭക്ഷണം. ഇത് കണ്ടപ്പോൾ അർണബ് പറയണ, നീ എന്തിനാ ഇത് കഴിക്കുന്നത്? നിനക്ക് വിശക്കുന്നുണ്ടെങ്കിൽ ഭക്ഷണം ഞാൻ തരില്ലെന്ന് പറഞ്ഞിട്ട് ഫ്രിഡ്ജിൽ നിന്നും നല്ല ഭക്ഷണം ഒരു പ്ലേറ്റിൽ ഒരുപാട് ഇട്ട് കൊടുക്കാൻ കേട്ടോ. അത് മുഴുവനായിട്ടും റുക്സാന കഴിക്കുന്നുണ്ട്. ഈ ഭക്ഷണം കഴിക്കുമ്പോൾ അവൾക്ക് പറഞ്ഞു കൊടുക്കാണ്, നീ പേടിക്കൊന്നും വേണ്ട, ഞാൻ നിന്നെ കൊണ്ടുപോകാൻ പോകുന്ന ആ ഒരു സ്ഥലം ഉണ്ടല്ലോ, അത് വളരെയധികം നിനക്ക് സേഫ് ആയിരിക്കും, ആരും നിന്നെ തേടി അങ്ങോട്ടേക്ക് വരില്ല എന്ന് പറയണം. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ റുക്സാനയുമായിട്ട് അർണബ് നേരെ ആ ഒരു സ്ഥലത്തിലേക്ക് പോവാണ്. ഒരുപാട് സ്ത്രീകളൊക്കെ അവിടെ താമസിക്കുന്നുണ്ടായിരുന്നു. അവരെ നോക്കാനായിട്ട് ഒരു വാർഡനും അവിടെ ഉണ്ട് കേട്ടോ. സോ ഇതുപോലെ അനാഥരായിട്ടുള്ള ഒരുപാട് സ്ത്രീകൾ ഈ ഒരു ഭാഗത്ത് താമസിക്കുന്നുണ്ട്. എന്തായാലും ഇങ്ങോട്ടേക്ക് അർണബും റുക്സാനയും വന്ന് നോക്കുമ്പോൾ ഇവിടെ താമസിക്കുന്ന ആ ഒരു സ്ത്രീകളോടൊക്കെ ഈ വാർഡൻ വളരെ മോശമായിട്ട് ക്രൂരമായിട്ട് പെരുമാറുന്നത് അർണബ് കാണുകയാണ്. അവനാകെ പേടിച്ചുപോയി. അതിനേക്കാൾ പേടിച്ചു പോയത് റുക്സാനയാണ്. അർണബിന്റെ ബേക്കിൽ പോയിട്ട് അവൾ നിൽക്കുകയാണ്. ശരിയാവില്ല, ഈ സ്ഥലം ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് അർണബ് റുക്സാനയെ അവന്റെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോകുന്ന വഴിയിൽ അവൾക്കൊരു പഞ്ഞിമുട്ടായൊക്കെ മേടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് വീട്ടിലേക്ക് എത്തിയിട്ട് ഓരോരോ കാര്യങ്ങൾ റുക്സാനയ്ക്ക് അർണബ് പറഞ്ഞു കൊടുക്കുകയാണ്. എങ്ങനെ പല്ല് തേക്കണം, എങ്ങനെ മുടി വാരണം, വീട്ടിലെ കാര്യങ്ങൾ എങ്ങനെ നോക്കണം, അങ്ങനെ ഓരോ കാര്യങ്ങൾ. ഒരു പാട്ടെല്ലാം ഇവിടെ വന്നു പോകുന്നുണ്ട് കേട്ടോ. നോർമലായിട്ട് ഒരു സാധാരണ പെൺകുട്ടിയെ പോലെ തന്നെ ഇപ്പൊ റുക്സാന പതിയെ പതിയെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ ഈ രീതിയിൽ പോകുന്ന സമയത്താണ് പെട്ടെന്നൊരു ദിവസം അർണബിനെ കാണാനായിട്ട് പ്രിയ അവൻ താമസിക്കുന്ന ഈ ഒരു വീട്ടിലേക്ക് വരുന്നത്. ഇവിടെ അവന്റെ അച്ഛനും അമ്മയൊന്നുമില്ല, കാരണം ഇതവൻ ജോലി സംബന്ധമായിട്ട് താമസിക്കുന്ന ഒരു സ്ഥലമാണ്. എന്തായാലും പ്രിയ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങോട്ടേക്ക് വരാൻ തുടങ്ങി. അവനോട് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കും. കുറച്ച് കഴിയുമ്പോൾ അവൾ പോകും. എന്നാൽ പ്രിയ വരുന്ന സമയത്ത് റുക്സാനയെ വേഗം തന്നെ കട്ടിലിനടിയിൽ കൊണ്ടിട്ട് ഒളിപ്പിക്കാറാണ് പതിവ്. അങ്ങനെ ഒരു ദിവസം ഈ
റുക്സാന ഉണ്ടല്ലോ രാത്രി ടിവിയിൽ ഓരോ കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ഹിന്ദി സോങ് ആണ്, ഭയങ്കര റൊമാൻറ്റിക് ആണ്. ആ പാട്ട് കാണുന്ന സമയത്ത് റുക്സാനയ്ക്കും അവളുടെ ഉള്ളിൽ എന്തെന്നറിയാത്ത പുതിയൊരു ഫീലിങ്ങും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവളൊരു കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നുകൊണ്ട് ഞാൻ നിന്നെ പ്രണയിക്കുന്നു എന്നൊക്കെ പറയാണ്. അതായത് അർണബിനോട് വല്ലാത്തൊരു പ്രണയം അവളുടെ ഉള്ളിൽ തോന്നി തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇതേ സമയത്ത് തന്നെ അവളുടെ ഉള്ളിൽ നിന്നും വല്ലാത്തൊരു പെയിന് വരുന്നുണ്ട്, ചെറുതായിട്ടുള്ള രക്തവും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി. അർണബ് വേഗം തന്നെ അവളുടെ അടുത്തേക്ക് ചെന്ന് എന്താ പറ്റിയ ആശുപത്രി പോകണം എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ തട്ടി മാറ്റുകയാണ്. വേണ്ട, എനിക്ക് റൂമിൽ കിടന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അവൾ വേഗം റൂമിന്റെ ഉള്ളിലേക്ക് ഓടുകയാണ്. അവളുടെ ദേഹത്ത് നിന്ന് ഒരുപാട് രക്തവും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് കേട്ടോ. എന്തുകൊണ്ടാണെന്നറിയില്ല, ചിലപ്പോൾ സ്ത്രീകളല്ലേ പീരീഡ്സ് ആയതിൻ്റെതായിരിക്കും. എന്തായാലും പിന്നീട് അർദ്ധരാത്രി ആയിട്ടുണ്ട്. അർണബ് നല്ല ഉറക്കാണ്. അവൻ ഉറങ്ങിയെന്ന് ബോധ്യമായ സമയത്ത് റുക്സാന നേരെ ബാൽക്കണിയിലേക്ക് പോവാണ്. അവിടുന്ന് അവൾ പതിയെ താഴേക്ക് വീഴുന്നുണ്ട്. എന്നാൽ താഴേക്ക് വീണ് അവൾക്ക് ഒന്നും സംഭവിക്കുന്നില്ല. താഴെ തന്നെ എപ്പോഴും ഒരു നായെ കുരച്ചുകൊണ്ടിരിക്കലോ. അതിന്റെ അരികിലേക്ക് പോയിട്ട് ഭയങ്കര സ്നേഹത്തോട് കൂടിയിട്ട് അതിന്റെ കഴുത്തിൽ അങ്ങനെ തടവുകയാണ്. തടവി 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 നല്ലൊരു സ്ഥലം നോക്കി ഒരൊറ്റ കടിയാണ്. പട്ടി ഒരു കരച്ചിലുണ്ട്. എന്നാൽ അതിന്റെ വായം പൊത്തി അതിന്റെ ആ ഒരു രക്തം ഒരുപാട് അവൾ വലിച്ചു കുടിക്കുകയാണ്. അവസാനം ആ ഒരു നായ ചത്തു പോകുന്നുണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷം റുക്സാന വല്ലാത്ത രീതിയിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ അവള് സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഇവിടെ സീൻ കട്ടായി കാസിം അലിയും അദ്ദേഹത്തിന്റെ ആൾക്കാരെയും കാണിക്കുകയാണ്. അതായത് ഇഫ്രിത്ത് എന്ന് പറഞ്ഞ ഒരു പിശാചിനെ കാണാൻ കഴിയുന്ന ഒരാളുണ്ട് എന്ന് പറഞ്ഞില്ലേ, അയാളുടെ അടുത്തേക്ക് പോകണമെന്ന് പറഞ്ഞില്ലേ. സോ ആ ഒരു സ്ത്രീയുടെ അടുത്തേക്കാണ് ഇവരിപ്പോ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ അലിയുടെ കയ്യിൽ, അലി മീൻസ് കാസിം അലിയുടെ കയ്യിൽ റുക്സാനയുടെ ഒരു മുടി ഉണ്ടല്ലോ, ആ ഒരു മുടി ഒരു കവറിൽ കെട്ടിയിട്ട് ഈ സ്ത്രീക്ക് ഇട്ടുകൊടുക്കുകയാണ്. എനിക്ക് ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ വേണമെന്ന് പറയണം. ഇപ്പൊ ആ സ്ത്രീ ഉണ്ടല്ലോ ഒരു വല്ലാത്ത രൂപമാണ്. ഒരു സ്ത്രീയാണോ അല്ലെങ്കിൽ ഒരു ജിന്നാണോ എന്നൊന്നും അറിയില്ല. അതെടുത്തുകൊണ്ട് അതിങ്ങനെ പതിയെ മുഖത്തോട് വെച്ചിട്ട്, ശരി നിനക്ക് വേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം, പക്ഷേ നീ എനിക്ക് എന്ത് തരും? നിന്നെക്കൊണ്ട് എന്ത് തരാൻ പറ്റും കേളവാ? എനിക്കൊരു കുഞ്ഞിനെ തരാൻ പറ്റുമോ? തരാൻ പറ്റുകയാണെങ്കിൽ നീ ഒരു കുഞ്ഞിനെ എനിക്ക് താ. നിനക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാന്ന് പറയാണ്. മര്യാദക്ക് നീ അത് പറഞ്ഞു എന്ന് കാസിം അലി പറയാണ്. ഇപ്പൊ ആ ഒരു മുടി നന്നായിട്ട് തന്നെ ഈ ഒരു സ്ത്രീ, ഇത് സ്ത്രീയൊന്നല്ല എന്തോ ജിന്നാ തോന്നുന്നു, ഇതിങ്ങനെ മണത്ത് നോക്കുന്നുണ്ട്. അതെ, അവര് രണ്ടുപേരും അടുത്തു കഴിഞ്ഞു. അവർ രണ്ടുപേരും അത് വൈകാതെ ചെയ്യും, അത് സംഭവിക്കും. നിങ്ങൾ കാത്തിരുന്നു, അത് സംഭവിക്കും എന്ന് തന്നെ പറയാണ്. അതായത് റുക്സാന ഇപ്പൊ ആരുടെ കൂടെ ഉണ്ട്, അവൾ ആരുമായിട്ട് പ്രണയത്തിലായിട്ടുണ്ട്. ഈ കാര്യങ്ങൾ, ഈ ഒരു വിവരം ഇപ്പോ ഈ ഒരു സ്ത്രീ ഇവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. എന്തായാലും ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു കൊടുത്തല്ലേ, ഇവർക്ക് വേണ്ടി ഒരു കോഴിയെ ബലി കൊടുത്ത് അത് അവരുടെ മുന്നിൽ ഇട്ട് കൊടുത്തിട്ട് ഇവർ അവിടുന്ന് പോവാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് റുക്സാന അവളുടെ ഒരു ബെഡിലാണ്. ഇന്നലെ രാത്രി ഒരു പട്ടിയെ കടിച്ചു പോകുന്ന അതിന്റെ ആ ഒരു രക്തം കുടിച്ചതിന്റെ അഹങ്കാരം അവളുടെ മുഖത്തില്ല കേട്ടോ. ഭയങ്കര കൂളായിട്ട് കാമായിട്ട് അവൾ അങ്ങനെ ഇരിക്കുന്നുണ്ട്. അതുപോലെ നല്ല നല്ല ചിത്രങ്ങളും അവൾ വരക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ അങ്ങോട്ടേക്ക് വന്ന് അർണബ് പറയണേ, ഞാൻ ജോലിക്ക് പോവാണ്, നീ എന്തായാലും ഇവിടെ തന്നെ ഇരുന്നു എന്ന്. എന്തായാലും അർണബ് പുറത്തേക്ക് വന്നപ്പോൾ കുറച്ച് ആൾക്കാർ അവിടെ കൂടി നിൽക്കണം. എന്താ കാര്യം നോക്കുമ്പോൾ ഇവരുടെ വീടിന്റെ പുറത്തായിട്ട് ഒരു നായ ഉണ്ടായിരുന്നില്ലേ, ആ നായ ആരോ കടിച്ചു കൊന്ന് അതിന്റെ രക്തം വലിച്ചെടുത്ത് അതിങ്ങനെ ജീർണിച്ച അവസ്ഥയിൽ കിടക്കുകയാണ്. എന്തായാലും ഇപ്പോൾ അർണബ് നേരെ ജോലി സ്ഥലത്തേക്ക് പോവാണ്. വീടിനുള്ളിൽ റുക്സാൻ ഒറ്റയ്ക്കാണ്. എന്തായാലും അവൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ വീണ്ടും ഓരോ ശബ്ദങ്ങൾ കേൾക്കുകയാണ്. പേടിച്ച് ഭയന്ന് അവൾ കട്ടിനടിയിൽ പോയിരിക്കുന്നുണ്ട്. എന്നാലും ആ ഒരു ശബ്ദം കേൾക്കുകയാണ്. ഇങ്ങനെ ഭയം ഓവറാകുമ്പോൾ അവൾ എന്താ ചെയ്യുക, നേരെ പോയിട്ട് വെള്ളത്തിൽ തലയിട്ട് വെക്കും. എന്നാൽ ഇത്തവണ തലയിടാൻ പോയ സമയത്ത് അവൾ ഇടേണ്ട ആവശ്യം വന്നിട്ടില്ല. ഒരു കൈ വന്ന് അവളുടെ തല തന്നെ ആ വെള്ളത്തിലേക്ക് വലിച്ചെടുക്കുകയാണ്. ഇവിടെ സീൻ കേട്ട ഈ അടുത്ത സീനില് മറ്റെവിടെയോ കുറച്ച് ട്രൈബ്സുകളെ പോലെ തോന്നിക്കുന്ന കുറേയധികം ഗ്രാമവാസികൾ ഇവരൊരു സ്ത്രീയെ ഒരു പീഠത്തിന്റെ മുകളിൽ കെട്ടിവെച്ചിരിക്കുകയാണ്. ഒരാൾ മാത്രം ഒരു പാത്രത്തിൽ കുറച്ച് രക്തവുമായിട്ട് എന്തൊക്കെയോ ചില പൂജകൾ ചെയ്യാണ്. ബാക്കിയുള്ള ആൾക്കാരാണെങ്കിൽ അവരുടെ കയ്യിൽ ഇതുപോലെ എന്തൊക്കെയോ ആക്കി നിലത്തങ്ങനെ ഒരതിക്കൊണ്ടിരിക്കുകയാണ്. എന്തോ ഒരു ദുഷ്ടകർമ്മമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അതുപോലെ ഒരു സാത്താന്റെ വലിയൊരു ചിത്രം അവിടെ ഉണ്ടായിരുന്നു. ഈ സ്ത്രീയുടെ അടുത്തേക്ക് വന്ന് ആ ഒരു രക്തം എന്തൊക്കെയോ കാണിച്ച് അവസാനം ഈ ഒരു രക്തം എടുത്ത് ആ ഒരു പിശാചിന്റെ ആ ഒരു ഫോട്ടോ ഉണ്ടല്ലോ അതിന്റെ ദേഹത്തൊക്കെ വെച്ച് തേൽക്കുകയാണ്. ആ സ്ത്രീ ആണെങ്കിലോ ഭയം കൊണ്ട് കിടന്ന് പെടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കർമ്മം കഴിഞ്ഞപ്പോൾ നല്ല ചുട്ടുപഴുത്ത ഒരു കമ്പി കൊണ്ടുവന്നിട്ട് ഈ സ്ത്രീയുടെ കയ്യിൽ ഒരു സീലും വെച്ചു കൊടുക്കുകയാണ്. ആ സ്ത്രീ ഇപ്പൊ നിലവിളിക്കുന്നുണ്ട്. ഇവിടെ സീൻ കട്ട ഈ അടുത്ത സീനിൽ റുക്സാനയെ കാണിക്കുകയാണ്. അവളുടെ കാലിലും കൈയൊക്കെ ഇങ്ങനെ കുറെ മുറിവ് ഉണ്ട്. അപ്പോൾ അർണബ് കുറച്ച് ഓയിൻമെന്റുമായിട്ട് അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്താ പറ്റിയെന്നൊക്കെ പറഞ്ഞിട്ട് അതിങ്ങനെ പുരട്ടി കൊടുക്കുകയാണ്. ഇതിനിടയിൽ റുക്സാന അർണബിനെ കയറി ചുംബിക്കുന്നുണ്ട് കേട്ടോ. പതിയെ പതിയെ അർണവും തിരിച്ചു ചുംബിക്കുകയാണ്. അങ്ങനെ ആ രാത്രിയിൽ അത് സംഭവിക്കുകയാണ്. അതായത് റുക്സാനയും അതുപോലെ തന്നെ അർണബും തമ്മിലുള്ള ആ ഒരു ഫിസിക്കൽ റിലേഷൻ അത് സംഭവിച്ചു കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഇപ്പൊ റുക്സാന അർണബിനോട് ചോദിക്കുന്നത്, ഇടയ്ക്കിടയ്ക്ക് നിന്റെ അടുത്തൊരു പെണ്ണ് വന്നു പോകുന്നുണ്ടല്ലോ, അത് ആരാണ്? എനിക്ക് അവളെ തീരെ ഇഷ്ടാവുന്നില്ല കേട്ടോ. അതായത് അർണബിന്റെ ദേഹത്ത് അവളായിട്ട് തന്നെ ഒരു അധികാരം സ്ഥാപിക്കുന്നത് പോലെ അവന് തോന്നുകയാണ്. ഇപ്പൊ ജോലിക്കായിട്ട് അങ്ങനെ പോകുന്ന സമയത്ത് അവന്റെ ഉള്ളിൽ വല്ലാത്തൊരു ടെൻഷൻ പോലെ. എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത്? ഒരു പിടുത്തമില്ല അവന്. ഒരു ഫ്ലോയിൽ അങ്ങനെ പോകുന്നുണ്ട്. എന്നാൽ എന്തായി തീരുമെന്ന് അവന് യാതൊരു ധാരണയില്ല. അങ്ങനെ ലിഫ്റ്റെല്ലാം ഇറങ്ങി അവൻ പുറത്തേക്ക് വന്നപ്പോൾ ദാണ്ടെ അവന്റെ മുന്നിൽ ഒരാൾ നിൽക്കുകയാണ്. പ്രൊഫസർ കാസിം അലിയും അവളുടെ ആൾക്കാരും. ശരിക്കും എങ്ങനെയാണ് അർണബിനെ കുറിച്ച് കാസിം അലി അറിഞ്ഞത്? അതായത് റുക്സാനെ അവിടെ നിന്ന് കൊണ്ടുപോയത് ആ ആക്സിഡന്റ് ഉണ്ടാക്കിയ ആളായിട്ടുള്ള അർണബ് തന്നെയായിരിക്കും. സോ റുക്സാന ഇപ്പൊ അർണബിന്റെ കൂടെ ഉണ്ടാവും എന്നുള്ള ആ ഒരു ഗസ്സിലാണ് ഇവരിങ്ങോട്ടേക്ക് വന്നത്. എന്തായാലും റുക്സാനെ കുറിച്ച് അർണബിനോട് ഇപ്പൊ കാസിം അലി ചോദിക്കുന്നുണ്ട്, നിന്റെ കൂടെയല്ല ഒരു പെണ്ണുള്ളത്, അവളെ നീ എന്താ ചെയ്തത്? അവളിപ്പോ എവിടെയുള്ളത്? ഇതേ സമയത്തിന് അർണബ് ഒന്നും അറിയാത്തതുപോലെ നിങ്ങൾ എന്തായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾ പറയുന്നത് ആ ഒരു സ്ത്രീ ആണെങ്കിൽ ആ സ്ത്രീയുടെ മകളാണെങ്കിൽ എനിക്ക് അറിയില്ല എന്ന് തന്നെ പറയാണ്. ഇതേ സമയത്ത് കാസിം അലിക്ക് ഉറപ്പാണ് അർണബിന്റെ കൂടെ തന്നെ ആ ഒരു റുക്സാന ഉണ്ടെന്ന്. അതുകൊണ്ട് തന്നെ അർണബിനോട്
റുക്സാനയോട് കാസിം അലി ഒരു വാർണിംഗ് പോലെ ഒരു കാര്യം പറയുന്നുണ്ട്. നീ കരുതുന്നത് പോലെ അതൊരു മനുഷ്യനല്ല, മനുഷ്യ സ്ത്രീയല്ല, അതൊരു തരം ഒരു ദേവതയാണ്. ദേവത എന്നാൽ ഒരു പിശാചിനെ പോലെയാണ്. നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, അത് ഇഫ്രിത്തിന്റെ മകളാണ്. ഇഫ്രിത്ത് എന്നാൽ ഒരു ചെകുത്താനാണ്. ചെകുത്താന്റെ മകളായിട്ടുള്ള ആ പെണ്ണിന് റുക്സാനയ്ക്ക് ഒരാവശ്യം വരെ മാത്രം നിന്നെ മതിയാവും. ആ ആവശ്യം കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവൾ നിന്നെ കൊന്നുകളയും എന്നൊക്കെ ഈ കാസിം അലി അർണബിനോട് പറയുന്ന സമയത്ത് അർണബ് പൂർണ്ണമായിട്ടും ഇതിന് എതിർക്കുകയാണ്. അവന്റെ കൂടെ റുക്സാന ഇല്ല എന്ന് തന്നെ പറയാണ്. മാത്രമല്ല സെക്യൂരിറ്റിയോട് ഈ ഒരു കാസിം അലിയെ പിടിച്ചു മാറ്റാൻ വേണ്ടി പറയാണ്. സെക്യൂരിറ്റി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. സെക്യൂരിറ്റിയുടെ കഴുത്തിൽ പിടിച്ച് ഒരറ്റ പൊന്തിക്കലാണ്. എന്നിട്ട് അർണബിനെ നോക്കിയിട്ട് ഈ കാസിം പറയാണ്, നീ കളിക്കുന്നത് തീയോടാണ്, നോക്കിക്കോ, അവസാനം അത് നിന്നെ തന്നെ ഇല്ലാതാക്കും. എന്തായാലും ഇതൊന്നും വിശ്വസിക്കാത്ത അർണബ് നേരെ ജോലിക്ക് പോവാണ്. ജോലിയെല്ലാം കഴിഞ്ഞ് അവൻ തിരിച്ചു വരാനുള്ള ഒരു സമയമായപ്പോൾ റുക്സാന ഉണ്ടല്ലോ നല്ല രീതിയിൽ വസ്ത്രങ്ങൾ ധരിക്കുകയാണ്, ആഭരണങ്ങൾ ധരിക്കുന്നുണ്ട്, നന്നായിട്ട് മുടിയെല്ലാം വാരി മേക്കപ്പ് എല്ലാം ചെയ്ത് അവൾ ഇരിക്കുകയാണ്. എന്നാൽ അർണബിന്റെ ആ ഒരു അവസ്ഥ നോക്കുകയാണെങ്കിൽ കുറച്ച് മോശമായിരുന്നു. ഇതെന്തായി തീരും എന്നുള്ള ആ ഒരു ടെൻഷൻ കാരണം അവൻ നന്നായിട്ട് മദ്യപിക്കുന്നുണ്ട്. സോ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഒറ്റയ്ക്ക് ഒരു വഴിയിലൂടെ നടക്കുമ്പോൾ ആ ഒരു മോർച്ചറിയിൽ ആളുണ്ടല്ലോ, ഇയാളാണല്ലോ വിവരവും കാര്യങ്ങളൊക്കെ കാസിമിന് കൊടുക്കുന്നത്. ഇയാൾ വന്നിട്ട് അർണബിനെ ആക്രമിക്കുകയാണ്. സത്യം പറഞ്ഞോ, ആ പെണ്ണ് അവൾ എവിടെയാണ്, പറഞ്ഞിട്ടില്ലെങ്കിൽ അത്ര തന്നെ നല്ല വീക്ക് എന്ന് ഇയാൾ പറയുന്ന സമയത്ത് അർണബ് ഒന്ന് പോടാ അവിടുന്ന് വേണ്ടി ഇവനെ തള്ളി മാറ്റുന്നുണ്ട്. എന്നാൽ ഇയാളാണെങ്കിൽ ഒരു കല്ലെടുത്ത് അർണബിന്റെ തലക്കിട്ട് ഒരേറ്റ അടി കൊടുക്കാൻ കേട്ടോ. അർണബ് തെറിച്ച് വീണുപോയി, തലയെല്ലാം പൊട്ടി. എങ്ങനെയൊക്കെയോ ഒരു വിധത്തിൽ അവൻ വീട്ടിലേക്ക് വരികയാണ്. റുക്സാനയാണെങ്കിൽ നല്ല അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണല്ലോ. അർണബ് വരുമ്പോൾ അവനെ വശീകരിക്കാമെന്നുള്ള ആ ഒരു രീതിയിലൊക്കെ ഇംപ്രസ് ചെയ്യാന്നുള്ള രീതിയിൽ വശീകരിക്കുകയല്ല കേട്ടോ. പക്ഷെ അർണബ് വന്ന് കയറിയപ്പോൾ അവൾ കാണുന്ന എന്താ, ചോര ഒലിപ്പിച്ച് വരുന്ന അർണബിനെയാണ്. അവൾക്കാകെ സങ്കടമായി. എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോൾ ആ മോർച്ചറിയിൽ ആളുണ്ടല്ലോ, അയാൾ നിന്നെ കുറിച്ച് ചോദിച്ചു. ഒന്നും പറയാത്തതുകൊണ്ട് എന്നെ തല്ലിയതാണ്, പക്ഷെ നിന്നെക്കുറിച്ച് ഞാൻ ഒരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല കേട്ടോ. എനിക്ക് നിന്നെ അങ്ങനെ ഒറ്റുകൊടുക്കാൻ പറ്റില്ല എന്ന് റുക്സാനയോട് അർണബ് പറയുമ്പോൾ അവൾക്ക് വല്ലാത്ത സങ്കടം തോന്നുകയാണ്. എങ്ങനെയൊക്കെയോ റുക്സാന അവനെ ബെഡിൽ കൊണ്ടേക്ക് എടുത്തുന്നുണ്ട്. അവന്റെ മുറിയും കാര്യങ്ങളൊക്കെ തുടച്ചിട്ട് രാത്രി റുക്സാന നേരെ ഇവിടുന്ന് പോവാണ്. എങ്ങോട്ടേക്കാണെന്ന് അറിയില്ല. എന്തായാലും അടുത്ത സീനിൽ കാണിക്കുന്നത് മോർച്ചറിയിൽ ജോലി ചെയ്യുന്ന ആളാണ്. ഇയാൾ ഓരോ ബോഡിയും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ഷെൽഫിന്റെ മുകളിലായിട്ട് എന്തോ അനങ്ങുന്നുണ്ട്. ആ അനങ്ങുന്നത് കണ്ടിട്ട് ഇയാൾ മുകളിലേക്ക് നോയപ്പോൾ ഒരു പൂച്ചയെ പോലെ ഒരാളുണ്ട് അതിന്റെ മുകളിൽ നിൽക്കുന്നു. മറ്റാരുമല്ല, നമ്മുടെ റുക്സാനന്. ഒരൊറ്റ ചാട്ടാണ് ഇയാളുടെ ദേഹത്തേക്ക്. ഇയാൾ അലറി വിളിക്കുന്നതിന് മുന്നേ ഇയാളുടെ കഴുത്ത് പിടിച്ച് തിരിച്ച് കഴുത്തിലേക്ക് ഒരു കടിയും കടിച്ച് ആ രക്തം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് റുക്സാന. ഇത് അവിടെ തന്നെ ജോലി ചെയ്യുന്ന മറ്റൊരാൾ കണ്ട് അമ്പരന്ന് അങ്ങനെ നിൽക്കുകയാണ്. ഇയാൾ കണ്ട ഉടനെ തന്നെ റുക്സാന ഒരു കുരങ്ങിനെ പോലെ അല്ലെങ്കിൽ ഒരു പൂച്ചയെ പോലെ എടുത്ത് ചാടി 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 ജനലെല്ലാം തകർത്ത് ബിൽഡിങ്ങിന്റെ മുകളിലൂടെ അവൾ അങ്ങനെ പാഞ്ഞു പോവാണ്. നേരെ അർണബിന്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഒന്നും അറിയാത്തതുപോലെ ഉറങ്ങുന്ന അർണബിനെ നോക്കി അവൾ അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. കാരണം അവൾ അത്രത്തോളം അർണബിനെ ഇപ്പൊ സ്നേഹിക്കുന്നുണ്ട്, പ്രണയിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഇതുപോലെ റിവെഞ്ച് എടുത്തത്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയ സമയത്തുണ്ടല്ലോ അർണബിനെ കാണാനായിട്ട് പ്രിയ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. വിളിച്ചിട്ടാ വരുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ അർണബ് വേഗം റുക്സാനയോട് വിളിക്കാൻ പറയുന്നുണ്ട്. എന്നാൽ ഇത്തവണ വിളിക്കാനായിട്ട് റുക്സാന വലിയ താല്പര്യം കാണിക്കുന്നില്ല. ഞാൻ എന്തിനാ വിളിക്കുന്നത് എന്നൊക്കെയാ അവള് ചോദിക്കുന്നത്. എന്നിരുന്നാലും നിർബന്ധിച്ചിട്ട് റുക്സാനെ അവൻ സിറ്റൗട്ടിൽ കൊണ്ടുപോയിട്ട് വിളിച്ചിരുത്തുകയാണ് കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രിയ വന്നു. അവനോട് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവൾക്ക് എന്തോ ഒരു നല്ല മൂഡ് വരുന്നുണ്ട്. ഇപ്പൊ അർണബിനെ ഒന്ന് ചുംബിക്കാനായിട്ട് പോകുന്നുണ്ട്. ഈ ഒരു കാര്യം തല കീഴായി നിന്നുകൊണ്ട് റുക്സാന അങ്ങനെ നോക്കാൻ കേട്ടോ. അവൾക്കത് തീരെ ഇഷ്ടാവുന്നില്ല. അതുപോലെ ഇപ്പൊ പ്രിയ ചുംബിക്കാൻ വന്നപ്പോൾ അർണബ് പെട്ടെന്ന് തന്നെ പിൻവാങ്ങാണ്. എന്താ പറ്റിയെന്ന് ഒരു ടെൻഷനിൽ പ്രിയ ചോദിച്ചപ്പോൾ ഒന്നുമില്ല, നീ കണ്ടില്ലേ നെറ്റിയിലെ മുറിയും കാര്യങ്ങളൊക്കെ, എനിക്ക് തീരെ വയ്യാന്ന് പറയണം. എന്നാൽ ശരി ഞാൻ പിന്നെ വരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പ്രിയ അവിടെ നിന്ന് പോയ സമയത്ത് പെട്ടെന്ന് തന്നെ റുക്സാന താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഈ അർണബ് ചോദിക്കുകയാണ്, നീ എങ്ങനെയാണ് അതിന്റെ മുകളിലേക്കൊക്കെ വലിഞ്ഞു കയറിയത്, തല കീഴായിട്ട് എങ്ങനെ അവിടെ നിന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇപ്പൊ റുക്സാന പറയണ എനിക്ക് തീരെ ഇഷ്ടമാകുന്നില്ല കേട്ടോ അവളെ. ഇതും പറഞ്ഞ് അർണബിന്റെ ചുണ്ടൊക്കെ തുടച്ചു കൊടുക്കുകയാണ്. ഈ ഒരു കാര്യം ഇങ്ങോട്ടേക്ക് തിരിച്ചു കയറി വന്ന പ്രിയ കാണുന്നുണ്ട്. അവൾ എന്താ വിചാരിക്കുക, അവിഹിതം, മറ്റൊരു റിലേഷൻ പറ്റിക്കുകയാണ്. പ്രിയ ഭയങ്കര ദേഷ്യത്തിൽ താഴേക്ക് പോവാണ്. അർണബ് പിന്നാലെ തന്നെ വരുന്നുണ്ട്. പ്രിയ അങ്ങനെ എല്ലാ കാര്യങ്ങളും എന്നൊക്കെ അവൻ പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പ്രിയ പറയാണ്, നീ ഒരു പാവാണ്, സിൻസിയർ ആണെന്നാണ് ഞാൻ കരുതിയത്, പക്ഷേ നീ അങ്ങനെയൊന്നുമല്ല, നീ എന്നെ ചീറ്റ് ചെയ്യാണെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോവാണ്. ഇനിയൊരു റിലേഷൻ വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആകെ പ്രഷർ കയറിയ അർണബ് നേരെ മുകളിലേക്ക് വരുന്നുണ്ട്. റുക്സാനയോട് ചൂടാകുവാണ്, മര്യാദക്ക് നീ ഇവിടുന്ന് പോയിക്കോ, എനിക്കിനി നിന്നെ കാണണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ ഒഴിവാക്കാൻ നോക്കുമ്പോൾ റുക്സാന ഒരുമാതിരി ദേഷ്യത്തിൽ ചാടി അങ്ങ് എഴുന്നേൽക്കാണ്. അർണബിന്റെ കഴുത്തിൽ കയറി ഒരു പിടുത്തം പിടിക്കുന്നുണ്ട്. എന്നിട്ട് അവനെ അവിടെ നിന്ന് തൂക്കി എടുക്കാൻ കേട്ടോ. സത്യം പറഞ്ഞാൽ അർണബ് പേടിച്ച് കുറച്ചുപോയി. ഇപ്പോഴാണ് റുക്സാനയ്ക്ക് സ്വബോധം തിരിച്ചു കിട്ടുന്നത്. അവള് പഴയതുപോലെ തന്നെ അർണബിനെ താഴെ കിടക്കുന്നുണ്ട്. ചെയ്തു പോയല്ലോ എന്നായിപ്പോയി റുക്സാനയ്ക്ക് ഇപ്പോൾ. അതുപോലെ തന്നെ അടുത്ത സീനിൽ മോർച്ചറിയിൽ കാണിക്കുകയാണ്. അവിടുത്തെ ആളെ ഓൾറെഡി നമ്മുടെ റുക്സാനെ കടിച്ച് കൊന്നിട്ടുണ്ടല്ലോ. അയാളുടെ ആ ഒരു ഡെഡ് ബോഡി കാണാനായിട്ട് അങ്ങോട്ടേക്ക് കാസിം അലി വന്നിട്ടുണ്ട്. ആ ഒരു കടിച്ച പാട്, അതുപോലെ തന്നെ അയാളുടെ ദേഹത്തെ ആ ഒരു വിഷവും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ ഇപ്പൊ കാസിം അലി ഒരു കാര്യം പറയുന്നുണ്ട്. അവളുടെ ഉള്ളിൽ ആ ഒരു വിഷം ഉണ്ടല്ലോ, അത് പൂർണ്ണമായിട്ടും അവൾ തുപ്പി കളഞ്ഞിട്ടില്ല, ഇനിയും അത് ബാക്കിയുണ്ട്, അവൾക്ക് അത് കളഞ്ഞേ മതിയാവുള്ളൂ. സോ ഇനിയും അവൾക്ക് ശരീരങ്ങൾ ആവശ്യമാണ്. അത് മൃഗത്തിൻ്റെതാവാം, മനുഷ്യന്റേതാവാം. അതായത് ഈ റുക്സാന എന്തായാലും ഒരു മനുഷ്യനല്ല, അത് നമുക്ക് മനസ്സിലായില്ലേ. അതുപോലെ അവളുടെ ഉള്ളിൽ എന്തൊരു വിഷമുണ്ട്, അത് അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് തുപ്പിക്കളഞ്ഞ് അത് തീർക്കണം. അതിനായിട്ട് ഇതുപോലെ മനുഷ്യനോ ജീവികളോ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അർണബിനെ ഏത് നിമിഷവും വേണമെങ്കിലും അവൾ ഇതേ രീതിയിൽ ഉപയോഗിക്കാം. പക്ഷേ പാവ അർണബ് ഇതൊന്നും അറിയുന്നില്ലല്ലോ. ഇപ്പൊ അർണബിനെ നോക്കുകയാണെങ്കിൽ വല്ലാത്ത ഭയം തോന്നിയത് കൊണ്ട് തന്നെ അവളൊരു റൂമിൽ കൊണ്ടുവരുത്തി ആ റൂമിൽ ലോക്ക് ചെയ്ത് അതിന്റെ ആ ഒരു കർട്ടനെ കിടുന്നുണ്ട് കേട്ടോ. അവന്റെ ഉള്ളിൽ ശരിക്കും നന്നായിട്ട് പേടി
തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോൾ ഒന്ന് കൂളാവുന്നുണ്ട്. മാത്രമല്ല റുക്സാനെ പൂട്ടിയിട്ട് ആ ഒരു റൂമും കാര്യങ്ങളൊക്കെ തുറന്നു കൊടുക്കുകയാണ്. എന്നിട്ട് അവളോട് പറയണ അധികം വൈകാതെ ഞാൻ ആ ഒരു ഹോസ്റ്റലിൽ നിന്നെ കൊണ്ടാക്കാൻ പോവാണ്. ഇതേ സമയത്തിന് ടിവിയിൽ ഒരു വാർത്ത കാണുന്നുണ്ട്. മോർച്ചറിയിൽ ജോലി ചെയ്ത ആ ആളുണ്ടല്ലോ, അയാൾ മരണപ്പെട്ടിരിക്കുകയാണ്. സോ അയാളുടെ ആ ഒരു കോലവും കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞപ്പോൾ കാണുന്നുണ്ട്. കഴുത്തിൽ ആരോ കടിച്ചതാണ് എന്നൊക്കെ പറയാണ്. ഇത് കണ്ട് അവിടെ ജോലി ചെയ്യുന്ന ഒരു പയ്യനുണ്ടല്ലോ, സോ അവൻ കണ്ട കാര്യങ്ങൾ ലൈവായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാണാൻ രസമുള്ള ഒരു പെണ്ണ് തന്നെയാണത്. പക്ഷേ ഒരു കുരങ്ങിനെ പോലെ ഒരു പൂച്ചയെ പോലെ ബിൽഡിങ്ങിന്റെ ഉള്ളിലൂടെയും മുകളിലൂടെയൊക്കെ ചാടിപ്പോകുന്നത് ഞാൻ കണ്ടു. ഞാനത് ഞെട്ടിപ്പോയി എന്നൊക്കെ അവർ ചെറുക്കൻ ടിവിയിലൂടെ അങ്ങനെ പറയുമ്പോൾ അർണബും ഇത് കേൾക്കാണ്. അർണബിന് നല്ല സംശയമുണ്ട് അത് മിക്കവാറും ഈ ഒരു റുക്സാന തന്നെ ആയിരിക്കുമെന്ന്. അങ്ങനെ വല്ലാതെ അവന്റെ ഉള്ളിൽ ഒരു പേടി കുടുങ്ങിയത് കൊണ്ട് തന്നെ റുക്സാന ആരാണ്, എന്താണ് അവളുടെ ആ ഒരു ചുറ്റുപാട്, ഇതറിയാനായിട്ട് അവൾ താമസിക്കുന്ന ആ ഒരു ഏരിയ ഉണ്ടല്ലോ, അവിടുത്തെ ആ ഒരു ജനങ്ങൾ, അവിടുത്തെ ആ ഒരു ഗ്രാമവാസികൾ, അവരെ കുറിച്ചുള്ള ചെറിയൊരു കാര്യം അർണബ് റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കുകയാണ്. അതായത് റുക്സാനയും അവളുടെ ഉമ്മയും താമസിച്ച ആ ഒരു സ്ഥലം ഉണ്ടല്ലോ, ആ ഭാഗത്തുനിന്ന് പലപ്പോഴായിട്ട് ഒരുപാട് സ്ത്രീകളെ കാണാതായിട്ടുണ്ട്. അതിന്റെ എല്ലാത്തിന്റെയും പിന്നിൽ ഒലത് ചക്ര എന്ന് പേരുള്ള ഒരു തരം ഒരു സാത്താനിക് ഗ്രൂപ്പാണ്. അവരുടെ പ്രധാന പരിപാടി എന്താന്ന് വെച്ചാൽ അവരാരാധിക്കുന്ന ഇഫ്രീത്ത് എന്ന ഒരു ചെകുത്താനുണ്ട്. ആ ചെകുത്താന്റെ വംശ പരമ്പര ഭൂമിയിൽ നിലനിർത്തി അങ്ങനെ പോകണം. അത് ഈ ലോകത്തിന്റെ അവസാനം വരെ അവർക്ക് എത്തിക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ആ ഒരു കൾട്ട് ഗ്രൂപ്പ് ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ ഓരോ സ്ത്രീകളെയായിട്ട് തട്ടിക്കൊണ്ടുപോകും. എന്നിട്ട് അവരുടെ ദേഹത്ത് ഓരോ പൂജയും കാര്യങ്ങളും ചെയ്യും. അവസാനം ഇഫ്രീത്ത് എന്ന ആ ഒരു ചെകുത്താന് വേണ്ടിയിട്ട് ഈ സ്ത്രീയെ അവർ സമർപ്പിച്ചു കൊടുക്കും. പിന്നീട് ഇഫ്രീത്ത് വന്നിട്ട് ആ ഒരു സ്ത്രീയെ ഗർഭിണിയാക്കും. ഒരുപാട് മാസം, അതായത് 10 മാസം 9 മാസം ഒന്നും എടുക്കില്ല ആ ഒരു സ്ത്രീ പിന്നീട് ആ ഒരു കുഞ്ഞിനെ പ്രസവിക്കാനായിട്ട്. ഒരേ ഒരു മാസത്തിനുള്ളിൽ തന്നെ ഇഫ്രീത്തിന്റെ കുഞ്ഞുങ്ങളെ ആ സ്ത്രീകൾ പ്രസവിക്കും. അതിലൂടെ ഇഫ്രീത്ത് എന്ന ചെകുത്താന് അതിന്റെ ആ ഒരു പരമ്പരയെ ഭൂമിയിൽ നിലനിർത്താൻ കഴിയും. അതിനു വേണ്ടിയിട്ടാണ് കൾട്ട് ഗ്രൂപ്പ്, അതായത് ഈ ഒലത് ചക്ര എന്ന ഒരു കൾട്ട് ഗ്രൂപ്പ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇഫ്രീത്തിന്റെ കുഞ്ഞുങ്ങൾ ഈ ഭൂമിയിൽ ജനിക്കുന്ന സമയത്ത് അവരുടെ അമ്മയുടെ വയറുമായിട്ട് അവർക്ക് പൊക്കിൽ കൊടി ബന്ധവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അവർ അതില്ലാതെയാണ് ജനിക്കുക. അതുപോലെ തന്നെ ഈ ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ ഒരു തരം പ്രത്യേക വിഷമുണ്ട്. അത് പൂർണ്ണമായിട്ടും അവർ പുറത്ത് കളയണം. എന്നാൽ മാത്രമേ അവറ്റകൾക്ക് അതിജീവിക്കാൻ കഴിയുള്ളൂ. ഇപ്പൊ നെറ്റിൽ നിന്നും കുറെ ബുക്കിൽ നിന്നും ഇങ്ങനെയുള്ള കുറെ വിവരങ്ങൾ നമ്മുടെ ഈ ഒരു അർണബ് അറിയുന്നുണ്ട്. ശരിക്കും ഭയപ്പെടുന്ന കാര്യങ്ങളായിരുന്നു അതൊക്കെ. ഇതെല്ലാം വായിച്ചു കഴിഞ്ഞപ്പോൾ അർണബിന് ഒരു കാര്യം ഏകദേശം മനസ്സിലായി. കാസിം അലി പറഞ്ഞതുപോലെ തന്നെ അവൾ ഒരു സാധാരണ മനുഷ്യത്തിയല്ല. ഇഫ്രീത്ത് എന്ന ഒരു ചെകുത്താന്റെ മകളാണ്. അതായത് റുക്സാനയുടെ അമ്മയെ ആ ഒരു കൾട്ട് ഗ്രൂപ്പ് കൊണ്ടുപോയിട്ട് അവരുടെ ദേഹത്തും ഇതുപോലെ ഒരു പൂജകൾ ചെയ്ത് ആ ചെകുത്താൻ വന്ന് അവരുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിച്ചു കൊടുത്തതാണ് റുക്സാനയെ. എന്തായാലും ഇവിടെ സീൻ കെട്ടായി അടുത്ത സീനിൽ റുക്സാനയെ കാണിക്കുകയാണ്. അവൾ എന്തോ ഒരു കാര്യം സ്വപ്നം കണ്ട് ചാടി എഴുന്നേൽക്കാണ്. വല്ലാത്തൊരു ഭയത്തിൽ നിൽക്കുമ്പോൾ അവളുടെ അരികിലേക്ക് അർണബ് വരികയാണ്. അർണബിനോട് എനിക്ക് പേടിയാവുന്നുണ്ട് അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അർണബ് പറയാണ്, നിനക്ക് എന്നെ ഇഷ്ടമല്ലേ? എന്നെ ഇഷ്ടമാണെങ്കിൽ ഞാൻ പറയുന്നത് പോലെ ഈ മുറിയിൽ തന്നെ ഇരിക്കണം. ഞാൻ കെട്ടുന്ന ഈ ഒരു ചങ്ങല അത് നിന്റെ കാലിൽ ഇരുന്നോട്ടെ എന്ന് പറയാണ്. അവൾ അതിന് സമ്മതിക്കാൻ കേട്ടോ. അങ്ങനെ അവൾ ഇരിക്കുന്ന സമയത്ത് അർണബിന്റെ കൈ അവളുടെ വയറ്റിൽ വെച്ചിട്ട് പറയാണ്, അർണബെ നിനക്കറിയോ നിന്റെ കുഞ്ഞ് എന്റെ വയറ്റിലുണ്ട്, നമുക്കതിനെ നന്നായിട്ട് നോക്കണ്ടേ എന്നൊക്കെ അർണബിനോട് പറയുന്ന സമയത്ത് അവളുടെ കൈ തട്ടി മാറ്റി അർണബ് പതിയെ എഴുന്നേൽക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് പ്രൊഫസർ കാസിം അലിയുടെ ആളും അതുപോലെ തന്നെ പ്രൊഫസറും അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. അവരെ കണ്ട സമയത്ത് നമ്മുടെ റുക്സാനെ പേടിയോട് കൂടിയിട്ട് അർണബിനെ പിടിക്കാൻ നോക്കുമ്പോൾ ആ ഒരു പിടിയുണ്ടല്ലോ അത് അർണബ് വെടിയിപ്പിക്കുകയാണ്. അതായത് അർണബ് തന്നെയാണ് കാസിമിനെയും അവന്റെ ആൾക്കാരെയും ഇങ്ങോട്ടേക്ക് വിളിച്ചത്. അർണബ് ഇപ്പൊ പതിയെ ആ ഒരു റൂമിന്റെ പുറത്തേക്ക് പോകുന്നുണ്ട്. ഭയങ്കര സങ്കടത്തോടു കൂടി നെഞ്ച് തകർന്ന റുക്സാനെ ഇപ്പോൾ അർണബിനെ നോക്കുകയാണ്. ഇപ്പൊ അർണബിനോട് ഈ കാസിം അലി പറയുന്നത്, നീ എന്തായാലും പോയിക്കോ, കാര്യങ്ങളൊക്കെ തീർത്തിട്ട് ഞങ്ങൾ നിന്നെ വിളിച്ചോളാന്ന്. അങ്ങനെ അർണബ് അവന്റെ ആ ഒരു വീട് വിട്ട് നേരെ അവന്റെ സ്വന്തം വീട്ടിലേക്ക് പോവാണ്. അവന്റെ ആ ഒരു കോലവും മട്ടും ഭാവെല്ലാം കണ്ടപ്പോൾ അർണബിന്റെ അച്ഛനും അമ്മയും ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താ പറ്റിയത്, എന്തെങ്ങനെ കോലം വല്ലാതിരിക്കുന്നത്? എന്നാൽ അർണബ് ഒരു കാര്യം പറഞ്ഞില്ല. നേരെ മുറിയുടെ ഉള്ളിലേക്ക് കയറിയിട്ട് കഥ കിടക്കുകയാണ്. ഒരാൾ പോലും അവനോട് സംസാരിക്കാൻ വരുന്നില്ല. സംസാരിക്കാൻ വന്നാൽ തന്നെ അവൻ തിരിച്ച് സംസാരിക്കില്ല. ഇതേ സമയത്ത് റുക്സാനയാണെങ്കിൽ ഈ കാസിം അലിയുടെ ആൾക്കാർ കെട്ടിവെച്ചിരിക്കുകയാണ് കേട്ടോ. അവൾക്ക് അനങ്ങാൻ പോലും കഴിയുന്നില്ല. 3 ആഴ്ചകളായി അവളോട് എത്ര ക്രൂരമായിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റുമോ ആ രീതിയിൽ ബിഹേവ് ചെയ്യാനായിട്ട് കാസിം അലിയുടെ ആൾക്കാരോട് അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ 3 ആഴ്ചയായിട്ട് ആ പാവത്തിനെ ഇവര് പുതിരെ തല്ലിക്കൊണ്ടിരിക്കുകയാണ്. അവൾക്ക് വേദന കൊണ്ട് അവിടെ നിന്ന് തൊടാൻ വരെ പറ്റുന്നില്ല. അങ്ങനെ ക്രൂരമായിട്ട് റുക്സാനെ ഇവര് മർദ്ദിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ആയിരിക്കും അവിടെ സംഭവിക്കുന്നുണ്ടാവുക എന്ന് അർണബിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ആ ഒരു 3 ആഴ്ച അവൻ പുറത്തേക്ക് ഇറങ്ങില്ല. അവന് വല്ലാത്തൊരു മാനസികമായിട്ടുള്ള വിഷമം, ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അതേ സമയത്ത് തന്നെ റുക്സാനയുടെ കോലം നോക്കുകയാണെങ്കിൽ ഭയങ്കര ദയനീയമായിരുന്നു കേട്ടോ. അടികൊണ്ട് ചോരയെല്ലാം വന്ന് അവളൊരു പരിവായിട്ട് കിടക്കുകയാണ്. എന്തായാലും ഇപ്പോൾ നമ്മുടെ ഈ അർണബിന്റെ അവസ്ഥ കണ്ടപ്പോൾ പ്രിയ തിരിച്ചു വരികയാണ്. അവന്റെ മുറി അവൻ തുറക്കുന്നുണ്ട്. അവന്റെ ഉള്ളിലേക്ക് വന്നിട്ട്, ആരാണ് ആ ഒരു പെണ്ണ്, നിനക്ക് എന്താ സംഭവിക്കുന്നത്? അങ്ങനെ ഓരോ കാര്യങ്ങൾ അർണബിനോട് ചോദിക്കുമ്പോൾ അർണബ് എല്ലാ കാര്യങ്ങളും പ്രിയോട് പറയാണ് കേട്ടോ. ഇവിടെ സീൻ കണ്ട ഈ അടുത്ത സീനിൽ റുക്സാനെ കാണിക്കുന്ന സമയത്ത് അവൾ ഗർഭിണിയായിരിക്കുകയാണ്. വയറെല്ലാം വീർത്തു വന്നിട്ടുണ്ട്. അതായത് ഒരേ ഒരു മാസം കൊണ്ട് തന്നെ പൂർണ്ണ വളർച്ചയിലേക്ക് എത്തുന്നു പറഞ്ഞല്ലോ ഇഫ്രീത്തിന്റെ ആ ഒരു കുഞ്ഞുങ്ങൾ. സോ ആ ഒരു കോലത്തിലേക്ക് അവളുടെ ആ ഒരു വയറ് മാറി വന്നിട്ടുണ്ട്. ഇതേ സമയത്തിന് അർണബിനെ കാണിക്കാണ്, പ്രിയം കാണിക്കുന്നുണ്ട്. പ്രിയ ഇപ്പോൾ അർണബിനോട് ചോദിക്കുകയാണ്, ശരിക്കും നീ ആ ഒരു റുക്സാനെ പ്രണയിച്ചിട്ടുണ്ടായിരുന്നു? ഇപ്പൊ അർണബ് പ്രിയയും കൂട്ടിയിട്ട് പുറത്തേക്ക് വരികയാണ്. എന്നിട്ടൊരു കാര്യം പറയുന്നുണ്ട്, ഞാൻ അവളെ പ്രണയിച്ചോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അവളുടെ വയറ്റിൽ വളരുന്ന ആ ഒരു കുഞ്ഞ് അതെന്റേതാണ്. ശരിക്കും എനിക്കറിയില്ല അവളാണോ ഒരു രാക്ഷസി അല്ലെങ്കിൽ ഞാനാണോ ഒരു രാക്ഷസനെന്ന്. കാരണം അവളെ കൊല്ലാനിട്ട് കൊടുത്ത് ഞാൻ ഇങ്ങോട്ടേക്ക്
വന്നില്ലേ? ഞാൻ ചെയ്യുന്നത് മഹാപാപാണോ അല്ലെങ്കിൽ അത് ശരിയാണോ എന്നെനിക്ക് മനസ്സിലാവുന്നില്ല പ്രിയ. ഇതേ സമയത്ത് തന്നെ പ്രിയ അർണബിനോട് ഒരു കാര്യം പറയുന്നുണ്ട്. അർണബെ, ഞാൻ നിന്നോട് പലപ്പോഴായിട്ട് ഒരു കാര്യം പറയാൻ വന്നിട്ടുണ്ടായിരുന്നു, എന്നാൽ നീ തന്നെ സമ്മതിക്കാത്തതുകൊണ്ട് ഞാനത് പറയാതിരുന്നതാണ്. ഞാൻ നിന്നോട് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു റിലേഷൻ ഉണ്ടായിരുന്നു. ആ റിലേഷനിൽ ഞാൻ ഒരുപാട് സിൻസിയർ ആയിരുന്നു. അയാളെ ഞാൻ ഒരുപാട് സ്നേഹിച്ചു. അവസാനം ഞാൻ ഗർഭിണിയായി. എന്ന ഒരു ഘട്ടത്തിൽ അയാൾ എന്നെ പറ്റിച്ചിട്ട് പോയി. എന്റെ പ്രണയം എന്താണെന്നോ എന്റെ ഇഷ്ടം എന്താണെന്നോ എന്റെ സ്നേഹം എന്താണെന്നോ അയാളെ മനസ്സിലാക്കാൻ നിന്നില്ല. അയാളുടെ കുഞ്ഞിനെ വയറ്റിലിട്ടുകൊണ്ട് ഞാൻ കുറെ നാൾ ജീവിച്ചു. പക്ഷേ ആ കുഞ്ഞിനെ കളയല്ലാതെ എനിക്ക് മറ്റൊരു വഴിയില്ലായിരുന്നു. എനിക്ക് മറ്റൊരു ജീവിതം അങ്ങനെയല്ലാതെ കിട്ടുമില്ലായിരുന്നു. അങ്ങനെ ഒരുപാട് വിഷമിച്ചിട്ടാണ് ഞാൻ ആ ഒരു കുഞ്ഞിനെ ഒഴിവാക്കിയത്. ഇപ്പോൾ അതേ അവസ്ഥയിൽ തന്നെ ആയിരിക്കില്ലേ റുക്സാന ഉണ്ടാവുക? എന്റെ അതേ ഫീലിൽ ഞാൻ എന്താണോ അന്ന് അനുഭവിച്ചത് അതുപോലെ തന്നെ ആയിരിക്കില്ലേ അവളുണ്ടാവുക? ഇത് കേട്ട സമയത്ത് അർണബിന് വല്ലാത്ത ചങ്കക്കുത്തൽ വരികയാണ്. അവന് സഹിക്കാൻ പറ്റുന്നില്ല. അവൻ ആ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ്. നേരെ റുക്സാന, അതായത് അവന്റെ ആ ഒരു താമസ സ്ഥലത്താണല്ലോ റുക്സാന ഉള്ളത്, അവളുടെ അങ്ങോട്ടേക്ക് ഓടി വന്ന് നോക്കുന്നുണ്ട്. തന്റെ കുഞ്ഞിന് എന്ത് പറ്റി, അവൾക്ക് എന്ത് പറ്റി, ഈ ഒരു കാര്യം അറിയാനായിട്ട്. എന്നാൽ അങ്ങോട്ടേക്ക് വന്ന അർണബ് ശരിക്കും ഷോക്കായി പോവാണ്. ശരിക്കും ഞെട്ടിപ്പോയി എന്ന് പറയണം. കാരണം എന്താ വെച്ചാൽ പ്രൊഫസർ കാസിം അലി, അയാളടക്കം അയാളുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും അതിമൃഗീയമായിട്ട് കൊല ചെയ്യപ്പെട്ട രീതിയിൽ ഇപ്പൊ നമ്മുടെ അർണബ് കാണുകയാണ്. ഇവിടെ വെച്ച് എന്താണ് സംഭവിച്ചത് എന്ന് കാണിക്കുന്നുണ്ട്. ഈ ഒരു കാസിം അലി രാത്രി അവളെ ഉപദ്രവിച്ച് അല്ലെങ്കിൽ അവൾക്കായിട്ടുള്ള ഓരോ ചടങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞ് വന്ന് കിടന്നുറങ്ങുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോ കാസിം അലി കണ്ണു തുറന്ന് നോക്കുമ്പോൾ അയാളുടെ ബെഡിൽ തന്നെ വല്ലാത്തൊരു കോലത്തിൽ റുക്സാന കിടക്കുന്നുണ്ട്. പേടിച്ചു പോയ കാസിം അലി ചാടി എഴുന്നേൽക്കുകയാണ്. അവളെ കീഴ്പ്പെടുത്താനായിട്ടുള്ള ഓരോ മന്ത്രങ്ങൾ ചൊല്ലുന്നുണ്ടെങ്കിലും ആ മന്ത്രം ഒന്നും ഏൽക്കുന്നില്ല. ഇപ്പോ കാസിമിന്റെ അടുത്തേക്ക് വന്ന റുക്സാന ഇയാളുടെ കഴുത്ത് പിടിച്ച് ഒരൊറ്റ തിരിയാണ്. അതിൽ ഇയാളെ കൊന്നു കളയുന്നുണ്ട്. ഓൾറെഡി കാസിം അലിയുടെ കൂടെയുള്ള എല്ലാവരെയും കൊന്നിട്ടാണ് അവസാനം ഇപ്പൊ റുക്സാന കാസിമിന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും കാസിമ് ചൊല്ലി ആ ഒരു മന്ത്രമൊന്നും അവൾ കേൾക്കാതിരുന്നത്? കാരണം അവൾ ഹെഡ്സെറ്റ് കൊത്തി നല്ല ശബ്ദത്തിൽ പാട്ട് വെച്ചായിരുന്നു. അവളും ഈ ഒരു ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. സോ കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് നോക്കിയ സമയത്ത് അർണബിന് കാര്യം മനസ്സിലായി. അടുത്ത നിമിഷം തന്നെ പ്രിയെ വിളിക്കുകയാണ്. കാരണം ഇപ്പൊ റുക്സാന പോയിട്ടുണ്ടാവുക പ്രിയയുടെ അടുത്തേക്കായിരിക്കും അവളെ കൊല്ലാനായിട്ട്. ഇപ്പൊ പ്രിയയോട് വളരെ സേഫായിട്ട് എല്ലാ വാതിലും ജനലും അടച്ചിരിക്കാൻ വേണ്ടി പറയാണ് കേട്ടോ. എന്നാൽ അപ്പോഴേക്കും റുക്സാന അങ്ങോട്ടേക്ക് എത്തുകയാണ്. പ്രിയെ ആക്രമിച്ച് കൊല്ലാനായി ശ്രമിക്കുകയാണ്. കാരണം അർണബിന് ഒരിക്കലും നമ്മുടെ റുക്സാനയ്ക്ക് കിട്ടില്ല. ഈ പ്രിയ ജീവനോടുണ്ടെങ്കിൽ എന്തായാലും വന്ന് പ്രിയ ക്രൂരമായിട്ട് എടുത്തിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ പ്രിയവും തിരിച്ച് ആക്രമിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ തെറിച്ച് വീണ റുക്സാന, അവൾ ഗർഭിണിയാണല്ലോ, പൂർണ്ണ ഗർഭിണിയാണ്. അവൾക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. വേദന കൊണ്ട് പൊളയാണ്. കാരണം അവളെ പ്രസവിക്കാനായിട്ടുണ്ട്. ഈ ഒരു അവസ്ഥയിൽ റുക്സാനെ ഇട്ടിട്ട് പോകാനായിട്ട് പ്രിയക്ക് പറ്റുന്നില്ല. കാരണം ഈ ഒരു സിറ്റുവേഷനിലൂടെ പ്രിയ കടന്നു പോയതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പേടിയും ഭയവും എല്ലാം മാറ്റിയിട്ട് ഇതൊരു ചെകുത്താനാണ് പോലും നോക്കാതെ പ്രിയ നേരെ റുക്സാനയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അവളുടെ ആ ഒരു പ്രസവം എടുക്കുകയാണ് കേട്ടോ. ഇതേ സമയത്ത് തന്നെ പ്രിയയുടെ പിന്നിലായിട്ട് ഒരു 3 രൂപത്തെ നിങ്ങൾ കണ്ടോ? അതായത് ആ ഒരു ചെകുത്താന്റെ സാന്നിധ്യമാണത്. അതിന്റെ കുഞ്ഞാണ് ജനിക്കാൻ പോകുന്നത്. അങ്ങനെ അവസാനം ഒരുപാട് നിലവിളിച്ചുകൊണ്ട് റുക്സാന ആ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നുണ്ട്. അതായത് റുക്സാന എന്ന ഇഫ്രിത്തിന്റെ മകളും അതുപോലെ തന്നെ അർണബ് എന്ന മനുഷ്യനും തമ്മിൽ ബന്ധപ്പെട്ടുണ്ടായ കുട്ടിയാണത്. എന്തായാലും പ്രസവം എടുത്ത സമയത്ത് ഈ പ്രിയ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം കാണുകയാണ്. അതായത് ഇത് ഇഫ്രിത്തിന്റെ മകനാണെങ്കിൽ അല്ലെങ്കിൽ കുഞ്ഞാണെങ്കിൽ അതിന് പൊക്കിൾ കൊടി ഉണ്ടാവില്ലായിരുന്നു. എന്നാൽ റുക്സാനയുടെ വയറുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു പൊക്കിൾ കൊടി ആ ഒരു കുഞ്ഞിനുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം മുറിച്ച് നന്നായിട്ട് തന്നെ ആ ഒരു കുട്ടി ഒരു തുണിയിൽ പൊതിഞ്ഞിട്ട് കൈ കഴുകാനായിട്ട് പ്രിയ ഉള്ളിലേക്ക് പോയി. തിരിച്ചു വന്ന് നോക്കുമ്പോൾ അവിടെ റുക്സാന ഉണ്ടായിരുന്നില്ല. ഇതേ സമയത്തിന് അർണബും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആ ഒരു കാര്യം അവനും കാണുകയാണ്. അതായത് ജനിച്ചിരിക്കുന്ന ഈ കുഞ്ഞിന് പൊക്കിൾ കൊടിയുണ്ട്. എന്തൊക്കെയോ ചില കാര്യങ്ങൾ മനസ്സിലായ അർണബ് ആ രാത്രിയിൽ തന്നെ നല്ല മഴയും പെയ്യുന്നുണ്ട്. വല്ലാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. നേരെ റുക്സാനയെ തേടിക്കൊണ്ട് കാട്ടിലെ അവളുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ഒരു ഘട്ടത്തിൽ വയ്യാതെ കിടക്കുന്ന റുക്സാനയെ കാണുന്നുണ്ട്. അവളുടെ അടുത്തേക്ക് അർണബ് പോകുന്നുണ്ട്. എന്നാൽ റുക്സാന പറയാണ്, എന്റെ അരികിലേക്ക് വരണ്ട, അത് നിനക്ക് അപകടമാവും എന്ന് ഓടി വന്ന് റുക്സാനയെ മടിയിലിരുത്തിയിട്ട് അർണബ് പറയാണ്, ഞാൻ നിന്നെ പൂർണ്ണമായിട്ടും ഏറ്റെടുക്കാൻ പോവാണ്. ഞാൻ സത്യത്തിൽ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്ന്. എന്നാൽ റുക്സാന പറയാണ്, അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. കാരണം ഞാനൊരു ചെകുത്താനാണ്, ചെകുത്താന്റെ മകളാണ്. പക്ഷേ നമ്മൾക്ക് രണ്ടുപേർക്കും ജനിച്ച ആ ഒരു കുഞ്ഞുണ്ടല്ലോ, പൂർണ്ണമായിട്ടും അതൊരു മനുഷ്യനാണ്. അതിനെ മനുഷ്യനായിട്ട് എന്നെ നീ വളർത്തണം. നീ തന്നെ അതിന് നോക്കണം. പിന്നെ ഞാൻ നിന്റെ കൂടെ ജീവിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അത് നിനക്ക് ആപത്തായി വന്നേക്കും. എന്റെ ഉള്ളിൽ ആ ഒരു വിഷം തുപ്പാനായിട്ട് എനിക്ക് മനുഷ്യ ശരീരങ്ങൾ ആവശ്യമാണ്. ഒരിക്കലും നിന്നെ ഉപദ്രവിക്കുന്ന കാര്യം എനിക്ക് ആലോചിക്കാനേ വയ്യാന്ന് പറഞ്ഞിട്ട് അവന്റെ മടിയിൽ കിടന്നുകൊണ്ട് തന്നെ റുക്സാന മരണപ്പെട്ടുവാണ്. ശരിക്കും അർണബിന് ഇത് വല്ലാത്തൊരു ഷോക്കിംഗ് ആയിട്ട് മാറുന്നുണ്ട്. പക്ഷേ റുക്സാന പറഞ്ഞതുപോലെ തന്നെ ആ കുഞ്ഞ് അത് മനുഷ്യൻ തന്നെയാണ്. കാരണം റുക്സാനയുടെ ആ ഒരു ഭയങ്കരമായിട്ടുള്ള പ്രണയം, അർണബിന്റെ ആ ഒരു പ്രണയം, സോ രണ്ടിൽ നിന്നും ഉണ്ടായ ആ ഒരു കുഞ്ഞ് അതൊരിക്കലും ഒരു പിശാചാവില്ല. ഇഫ്രിത്ത് കരുതിയതുപോലെ അവനൊരു ആൺകുഞ്ഞിനെ കിട്ടിയില്ല. അർണബും അതുപോലെ തന്നെ പ്രിയും ഈ ഒരു കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട്. റുക്സാനയുടെ ആ ഒരു പ്രണയമാണ് ചെകുത്താനായി മരിക്കേണ്ട ഈ ഒരു കുഞ്ഞിനെ അതൊരു മനുഷ്യനാക്കി മാറ്റിയത്. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് സിനിമ തീരുകയാണ്. അപ്പൊ ഈ ഒരു കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങൾ പറ. നിങ്ങൾ എന്താ യാതൊരു അഭിപ്രായം പറയാതെ? ഇങ്ങനെ അഭിപ്രായങ്ങൾ പറഞ്ഞാലല്ലേ എനിക്ക് മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക് ഇതുപോലെയുള്ള കഥകൾ വേണമെന്ന്. സോ തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ പറയാ, വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പൊ പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.